ഞാൻ ഈ അടുത്ത ദിനങ്ങളിലാണ് ഞാനിത് പറഞ്ഞു. എൻ്റെ അമ്മ, ഞാൻ ഒരിക്കലും അമ്മയുടെ സ്തുതി പാടുന്നതല്ല, പക്ഷെ ഞാൻ അമ്മയുടെ ധീരോചിതമായ ഒരു ചങ്കൂറ്റം ഓർക്കുകയാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് 16 വർഷമായി. എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഏതാണ്ട് അമ്മ മരിക്കുന്നതിന് 4-5 വർഷം മുമ്പ് അമ്മ അറിഞ്ഞിരുന്നു അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന്. അത് സത്യമാണ്. ദൈവത്തിനും അമ്മയ്ക്കും അതാദ്യം കണ്ട ഡോക്ടർക്കും അല്ലാതെ എൻ്റെ അപ്പൻ അറിഞ്ഞിട്ടില്ല. ഒരു വാക്കുപോലും അമ്മ പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും എൻ്റെ അപ്പൻ കൈയുടെ ഓരം തിരുമ്മി കൊടുക്കുന്നത് വെക്കേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് സെമിനാരിയിൽ. എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് വരുമ്പോ തലയിണയിൽ തല വെച്ച് കമന്ന് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്റെ ചിന്ത 5 മണിക്ക് എഴുന്നേറ്റ് ഈശോയുടെ രൂപത്തിനുമി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ അറിയുന്നു ഉറങ്ങാത്ത രാത്രികളായിരുന്നു അത്. ശരീരം മുഴുവൻ പഴുത്തു പോയിരുന്നു. മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് മുമ്പ് കുളിപ്പിക്കാൻ തുറന്നപ്പോഴാണ് ദാരുണമായി രംഗം കാണുക. അത്രയ്ക്ക് കഠോരമായിരുന്നു. ആ കാലത്തിറങ്ങിയ ഒരു വിക്സാഷൻ 500 എന്ന് പറയുന്ന ഒരു ഗുളികയില് ജീവിതത്തിന്റെ വർഷങ്ങള് ചവിട്ടിക്കൂട്ടി കൊണ്ടുപോയി എല്ലാ ദിവസവും 6:30 മണിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ കുർബാന അർപ്പിക്കാൻ പോവായിരുന്നു. വാഴ്ത്തിപ്പാടിയതല്ല, പുകഴ്ച പറഞ്ഞതല്ല, ആ ചങ്കുറ്റാണ് ഞാൻ ഇന്ന് വെള്ളമെടുപ്പിട്ട് ആൾക്കാരെ നിൽക്കുന്നേ. അത്രയ്ക്ക് കഠോരമായ അവസ്ഥയിൽ കടന്നു പോകുന്ന ഈ പള്ളിയകത്തുണ്ട് ഇറക്കി പിടിച്ച് ജീവിക്കുന്നവര്. സഹനങ്ങളൊക്കെ ദൈവിക ദാനങ്ങളാണെന്ന് പറഞ്ഞു കഴിയുന്നവര് ഉണ്ട്. കുരിശിന്റെ മുറിവിന്റെ ആഴം കാണാൻ പറ്റുക ഭയങ്കര പാടാണ്. വളരെ എളുപ്പത്തിൽ നടക്കുന്നതല്ല, എല്ലാവർക്കും പറ്റുന്നതുമല്ല. ഇതൊക്കെ പ്രഘോഷിക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ചും കൂടി ഒരു വേദനയുടെ അനുഭവത്തിലൂടെയൊക്കെ പൗരോഹിത്യത്തിൽ ഞാനും കടന്നു പോയിട്ടുണ്ട്. കൊച്ചസിനായിരുന്ന കാലഘട്ടത്തിലും ഇതുപോലെയൊക്കെ ഞാനും ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ വരുമ്പോൾ ഇന്ന് ഞാനത് ഓർക്കുന്നു. അന്ന് ഞാൻ കരഞ്ഞതുകൊണ്ട് ഇന്ന് എനിക്ക് ചിലതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നിർവൃതിയോടെ ഞാനും ഇരുന്ന് പള്ളിയുടെ അകത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഈ തളർന്നു കിടക്കുന്ന പെണ്ണ് ഞങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം വർണ്ണിച്ച വാക്കില്ല, നന്ദി പറഞ്ഞാൽ തീരുന്നില്ലെന്ന്. അവൾ എന്തോരം ഈ ലോകം കണ്ടിട്ടുണ്ട്, എന്തൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ അവൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ കൂടി വന്നൊരു ബിരിയാണി. ഈ അഗതി മന്ദിരത്തിന്റെ പാത്രത്തില് കൂടി വന്ന നല്ലൊരു ബിരിയാണി, പുതിയൊരു വസ്ത്രം, അത് അവൾക്ക് പോലും ഇടാൻ പറ്റുന്നില്ല. എന്നിട്ടും ആ പെണ്ണ് പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം വർണ്ണിച്ചാൽ വാക്കില്ലെന്ന്, തീരില്ല എന്ന്, നന്ദി പറഞ്ഞാൽ തീരില്ല എന്ന്. ഇങ്ങനെ കിടക്കുന്ന പെണ്ണും ജീവനോടെ ഇരിക്കുന്ന നമ്മളും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? നിന്റെ രോഗം എന്താന്ന് നിനക്കറിയാവോ? അറിയാം, എൻ്റെ മുട്ടിൽ ക്യാൻസർ ആണ്, ചിരട്ടയുടെ ഭാഗത്ത് ക്യാൻസർ ആണ്. വേറൊരു ദാരുണമായ അവസ്ഥ, 3 ആഴ്ച മുമ്പ് കൊച്ചിന്റെ അപ്പൻ മരിച്ചുപോയി ക്യാൻസർ ആയിട്ട് എന്നുള്ളതാണ്. ഇനി അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അവള് മുട്ടില് നിവർത്താൻ പറ്റുന്നില്ല. അവർക്ക് നിവർത്തണമെങ്കിൽ ഇവിടെ ഭയങ്കര വേദനയാണ്. അപ്പോൾ അവളൊരു ആയുർവേദ ട്രീറ്റ്മെന്റിന് പോയി. അവരത് തിരുമി, അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്തോ അസ്വസ്ഥത, വേദന മാറുന്നില്ല. MRI സ്കാൻ ചെയ്തപ്പോഴാണ് മുട്ടിന്റെ ആ ബോണില്, ആ എല്ലില് ക്യാൻസർ ആണ്. 17 വയസ്സുള്ളൂ. വേദന കൊണ്ട് കൊച്ചു പൊളയുന്നുണ്ടെന്ന് കിടക്കുമ്പോ ഇവളുടെ കട്ടായം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ചോദിച്ചു, നീ എന്നെ കഴിച്ചേ? എനിക്കൊന്നും കഴിക്കാൻ പാടില്ല അച്ഛാ, ഗോതമ്പ് ദോശയും കറിയും അമ്മ തന്നു, ഞാനത് കഴിച്ചു. ഞാൻ ചോദിച്ചു, ഏഞ്ചലെ നാളെ കഴിഞ്ഞ് രാവിലെ RCCയിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. RCC നിനക്കറിയാം, ക്യാൻസർ ഏറ്റവും കൂടുതലുള്ള ഒരു ആശുപത്രിയാണ്. വിദഗ്ധമായ ചികിത്സയ്ക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. നിനക്ക് പേടിയുണ്ടോ? അവൾ എന്നോട് പേടിയൊന്നുമില്ല അച്ഛൻ. ഇവരൊക്കെ പറഞ്ഞു, അവൾ എന്നോട് പറയുന്നു, ഇവരൊക്കെ പറഞ്ഞു ചിലപ്പോ എൻ്റെ മുട്ട് മുറിച്ചു കളഞ്ഞു എന്ന് വരും, എന്നാലും എനിക്ക് ജീവനോടെ തിരിച്ചു വരാമല്ലോ. അച്ഛൻ ഇവരൊക്കെ പറഞ്ഞു എന്റെ മുട്ട് മുറിച്ചു കളഞ്ഞു എന്ന് വരും, എന്നാലും ജീവനോടെ എനിക്ക് തിരിച്ചു വരാലോ. എന്തൊരു പ്രത്യാശ, എന്തൊരു വലിയ പ്രതീക്ഷയാ കണ്ണില്. 3 ആഴ്ച മുമ്പ് അപ്പൻ മരിച്ചു, അമ്മ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, 17 വയസ്സുള്ളൂ, അടുത്ത വർഷം +2 പൂർത്തിയാക്കണം. മിടുക്കിയായ പെണ്ണ്, സ്വപ്നങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചവള് മുട്ടില് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോ ഞാൻ 12 വർഷം ചങ്ക് വിരിച്ച് സെമിനാരി പഠിച്ചു, തിയോളജി, ഫിലോസഫി. ഇന്ന് പരീക്ഷ തീർത്തു. വേറൊരു പഠനം. ഇതുവരെ എനിക്ക് മനസ്സിലാകാത്തത് 2 മിനിറ്റ് കൊണ്ട്
ഈ പെണ്ണെന്നെ പഠിപ്പിച്ചു ഇതിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന്. ഓരോ പ്രഭാതവും പ്രതീക്ഷയുടെ പ്രഭാതമാണ്. അതാണ് പാപ്പ പറഞ്ഞത്, ഇത് പ്രതീക്ഷയുടെ പ്രഭാതത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇത് തന്നെയാണ് പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനം. നിങ്ങളെ പരിശോധിക്കാൻ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിച്ചോടരുത്, മറിച്ച് ഈശോയുടെ സഹനത്തിൽ പങ്കുചേർക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ പരിശോധിക്കാൻ അഗ്നിപരീക്ഷ അപ്രതീക്ഷിതമായി, പേടിക്കരുത്. 2020 കോവിഡ് വന്നപ്പോൾ 2 വർഷമായി. എന്തിനീ കോവിഡ് എന്നത്? നമ്മളെ പരിശോധിക്കാൻ. എന്ത് പരിശോധിക്കാൻ? എന്ത് പരിശോധിക്കാനാ? നമ്മുടെ ഉള്ളില് ആദ്യ ദിവസം പറഞ്ഞത് ഒരു ദൈവാനുഭവം ഉണ്ടോ? 2-ാം ദിവസം ചിന്തിച്ചു ചങ്കില് ക്രിസ്തുവിന്റെ മുഖമുണ്ടോ? നമുക്ക് ഈ വേദനയും കഷ്ടപ്പാടും അസ്വസ്ഥതകളും വരുമ്പോൾ ആദ്യം ഓടിച്ചെല്ലുന്നത് എവിടെയാണ്? കൂട്ടുകാരൻ്റെ അടുത്താണോ? കടത്തിണ്ണയിലാണോ? നമ്മൾ ആരോടാ നമ്മുടെ വേദന വരുമ്പോ ആദ്യം പറയുക? ദൈവത്തോടാണ്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. എല്ലാവരുടെ, എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ കോവിഡ് ദൈവം മനഃപൂർവ്വം തന്നതാണെന്ന്? ഞാൻ പറയും, ശരിക്കും കുറെ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കാനും നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഉരച്ചു നോക്കാനും. അവിടെ ഇപ്പൊ ജീവിക്കുന്ന നിങ്ങൾ ഓർക്കണമേ, ഈ കോവിഡിൽ എത്ര മനുഷ്യര് മരണപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ? ഇനി അസുഖം വന്ന് ബാധിച്ചത് മാറ്റ്, ഒരു മാധ്യമവും രേഖപ്പെടുത്താതെ കുറെ എണ്ണങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഈ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വന്നപ്പോ കടപൂട്ടി, വെള്ളമില്ല, ഭക്ഷണമില്ല, കുഞ്ഞുങ്ങളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോയ കുറെ മനുഷ്യർ മരിച്ചിട്ടുണ്ട്. ഒരു മാധ്യമവും പുറത്തേക്ക് വിട്ടിട്ടില്ലത്. വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ച് നടന്ന് നടന്ന് കുഴഞ്ഞു വീണ് മരിച്ച മനുഷ്യര് ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. അവരെക്കാളൊക്കെ എത്രയോ അലങ്കൃതമായി കൊണ്ടുവന്ന് നമ്മളെ നിർത്തിയേക്കണു. നമ്മളിങ്ങനെ ജീവിക്കുക അല്ലേ? ഞാൻ ഈ മിനിഞ്ഞാന്ന്, ഇന്നലെ, ഇന്ന് ഈ 3 ദിവസം ഈ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കണ്ട ആക്സിഡന്റുകൾ, എത്ര കഠോരമായ അപകടങ്ങൾ ഇന്നും സംഭവിച്ചിട്ടുണ്ട്. വൈകുന്നേരം ഒരു സ്ഥലത്ത് ഫയർഫോഴ്സ് നിന്ന് റോഡ് കഴുകുകയാണ്, ചോര ഒഴുകി കഴുകുകയാണ്, വഴി മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. മരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാരണം അത്രയും, അല്ലെങ്കിൽ ഫയർഫോഴ്സ് വന്ന് അത്രയേറെ റോഡ് അടിച്ച് കഴുകേണ്ട ആവശ്യമില്ല. എത്ര മാരകമായ അപകടങ്ങൾ ഈ റോഡ് മുഴുവൻ നടക്കണേ. ഇന്നലെയും കണ്ട് വന്ന വഴിക്ക് ദൂരം വീടിന്റെ പൊക്കത്ത് ഈ പറഞ്ഞ മരങ്ങൾ കടപൊഴുകി വീണ്, വണ്ടികളുടെ മീതെ വീണ്. മനുഷ്യരാരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടോ? ഒരു സെക്കൻഡ് കാറ്റ് വന്നപ്പോ എല്ലാം തരിപ്പണമായി. അപ്രതീക്ഷിതമായ അടി കിട്ടുമ്പോ, ശരിയാ, വാക്കുകൊണ്ട് പറയാനൊക്കെ ഇത് എളുപ്പമാണ്. അപ്പുറത്തേക്ക് ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമുണ്ടെന്ന് മനസ്സിലൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. എൻ്റെ കൂടെ ദൈവത്തിന്റെ കരമുണ്ട്, എന്നെ രക്ഷിക്കാൻ ദൈവത്തിന്റെ കരമുണ്ട്, എന്നെ പരിപാലിക്കുമെന്ന ബോധ്യത്തിൽ ഒന്ന് നന്ദി പറഞ്ഞാൽ മതി. നന്ദി പറയാൻ വളരെ പെട്ടെന്ന് സാധിച്ചതൊന്നും വരുമൊന്നുമില്ല. ഞാൻ പഠിച്ചത് കണ്ണൂരാണ്. കണ്ണൂർ സെമിനാരി പഠിക്കുമ്പോൾ ഇതുപോലെ ഏപ്രിൽ മാസം പരീക്ഷ എഴുതാനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി. അപ്പോൾ പരീക്ഷയുടെ ഡേറ്റ് മാറ്റിവെച്ചു, വീണ്ടും തുടങ്ങി. വീണ്ടും പരീക്ഷ എഴുതാൻ ചെയ്യുന്ന ആ ദിവസങ്ങളിലാണ് കണ്ണൂർ 6-7 മനുഷ്യരെ ഈ വാഴ വെട്ടുന്ന പോലെ വെട്ടിയിട്ടിരിക്കുന്നത്. ഹർത്താലാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി ഈ പ്രശ്ന സങ്കീർണമായ അവസ്ഥയിൽ നമ്മളവിടെ അടുത്തൊരു സ്ഥലത്ത് താമസിക്കുന്നു. അപ്പോൾ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാം, നടക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ പള്ളികളിൽ മണിയടിക്കുമ്പോൾ ഗുണ്ട് പൊട്ടുന്ന പോലെ ബോംബ് പൊട്ടണേ കണ്ണൂര്. അപ്പം ഇങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു സന്ധ്യ നേരത്തെ, ഒരു വിഷുവിൻ്റെ തലേ ദിവസം ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഒരു അഗതി മന്ദിരം കണ്ടു. നിങ്ങൾക്കറിയാലോ എന്താണ് അഗതി മന്ദിരം എന്നൊക്കെ ഉള്ളത്. അഗതി മന്ദിരത്തിൻ്റെക്ക് ഞങ്ങൾ ചുമ്മാ കയറിയപ്പോൾ വാതൊക്കെ നിന്ന് ചെടി നനയ്ക്കുന്ന അപ്പൻ, പുല്ല് പറിക്കുന്ന അമ്മ, അങ്ങനെ കുറേ പേര് ഈ അഗതി മന്ദിരത്തിൻ്റെ പൂന്തോട്ടത്തിലുണ്ട്. അവരെല്ലാവരും ജോലിയിൽ വ്യാപൃതരാണ്. സിസ്റ്റേഴ്സ് നടത്തുന്ന അഗതി മന്ദിരമാണ്. അകത്തേക്ക് കയറി ചെന്നു. സിസ്റ്റേഴ്സ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നവരാണ്, ഞങ്ങൾക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാം. അതിനെന്താ, അകത്തേക്ക് കൊണ്ടുപോയി അഗതി മന്ദിരം കാണിച്ചു.
ഗാർഡൻ കണ്ടു, ഇതെല്ലാം കണ്ട് പോകാൻ നേരത്ത് സിസ്റ്റർ പറഞ്ഞു, കൊച്ചിനെയും കൂടി കണ്ടിട്ട് വേണം പോകാൻ, ഞങ്ങളുടെ ഒരു കൊച്ചുണ്ട് ഇവിടെ. ഞാൻ വിചാരിച്ചു ആ ദിവസങ്ങളിൽ ഏതോ വല്ല റെയിൽവേ ട്രാക്കിൽ നിന്നോ ബസ് സ്റ്റാൻഡിൽ നിന്നോ കിട്ടിയതായിരിക്കും എന്ന് കരുതി സിസ്റ്ററിൻ്റെ കൂടെ കൊച്ചിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങ് വാർഡിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് ഞങ്ങളെ കൊണ്ട് ചെല്ലുന്നിട്ട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ കൊച്ച്. അന്ന് ഏതാണ്ട് 17 വയസ്സുണ്ട് അവൾക്ക്. നല്ലപോലെ മുടിയുണ്ട്, നീട്ടത്തിൽ അഴകുള്ള മുടി. അവൾ ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ്, ശരീരം മുഴുവൻ തളർന്ന പെണ്ണാണ്. സിസ്റ്റേഴ്സ് എല്ലാ ദിവസവും വന്ന് തലയെ ഇങ്ങനെ പൊക്കി വെച്ച് പല്ല് തേക്കും, കണ്ണെഴുതും, പൊട്ടുതൊടും, പൗഡർ ഇടിയിക്കും, കുളിപ്പിക്കും. എല്ലാ ദിവസവും അവൾക്ക് ഒരേപോലെ. പുറത്ത് മഴയാണ്, വെയിലാണ്, എല്ലാ ദിവസവും ഒരേപോലെ. അവൾ ഈ ലോകത്തിന്റെ ഒരു മാറ്റ സൗന്ദര്യം അവള് കാണുന്നില്ല, എന്നും കിടപ്പാണ്. ഞങ്ങൾ നോക്കി ഭയങ്കരമായിട്ട് ഈ കൊച്ചു ചിരിച്ചു. ആ ചിരി തന്നെ നമ്മളെ ആകർഷിക്കുന്നതാണ്. തളർന്നു കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉടനെ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഞങ്ങളുടെ കൊച്ച് പാട്ടുപാടും നന്നായിട്ട്. മോളെ, ഇത് അച്ഛന്മാരാകാൻ പഠിക്കുന്നവരാണ്, പാട്ടൊന്ന് പാടി കേൾപ്പിച്ചേ. ഈ കൊച്ച് ഈ കട്ടിലിൽ കിടന്നിട്ട് എന്തൊരു സുന്ദരമായിട്ട് അവിടെ പാടി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ബാക്കിയൊക്കെ പാടി ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. കൊച്ച് ചിരിച്ചുകൊണ്ടാണ് പാടണേ. 2 കൈയും 2 കാലും വിരിച്ച ചങ്കുമുള്ള ഞാൻ വർഷത്തിൽ ഒന്നെങ്ങാനും ഈ പാട്ട് പാടും. വർഷത്തിൽ ഒന്നെങ്ങാനും ആരെങ്കിലും മൂളിപ്പാടുമ്പോൾ കൂടെ പാടും. ഈ തളർന്നു കിടക്കുന്ന പെണ്ണ് ഞങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം വർണ്ണിച്ച വാക്കില്ല, നന്ദി പറഞ്ഞാൽ തീരുന്നില്ലെന്ന്. അവൾ എന്തോരം ഈ ലോകം കണ്ടിട്ടുണ്ട്, എന്തൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ അവൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ കൂടി വന്നൊരു ബിരിയാണി. ഈ അഗതി മന്ദിരത്തിന്റെ പാത്രത്തില് കൂടി വന്ന നല്ലൊരു ബിരിയാണി, പുതിയൊരു വസ്ത്രം, അത് അവൾക്ക് പോലും ഇടാൻ പറ്റുന്നില്ല. എന്നിട്ടും ആ പെണ്ണ് പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം വർണ്ണിച്ചാൽ വാക്കില്ലെന്ന്, തീരില്ല എന്ന്, നന്ദി പറഞ്ഞാൽ തീരില്ല എന്ന്. ഇങ്ങനെ കിടക്കുന്ന പെണ്ണും ജീവനോടെ ഇരിക്കുന്ന നമ്മളും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? ഈ ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കാതിരിക്കട്ടെ, ഇത്തിരും കൂടി നല്ല രീതിയിൽ പറഞ്ഞാൽ സംഭവിക്കാതിരിക്കട്ടെ, അതുകൊണ്ട് പറഞ്ഞതാണ്. അത് ആരംഭത്തിൽ തന്നെ പറയുകയാണ്. നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുന്നത് ഇപ്പം നല്ല ഇടിവെട്ടും ഏതാണ്ടൊക്കെ അസ്വസ്ഥതയുണ്ട്, കുറേ വണ്ടികളുണ്ട്, ചീറിപ്പാഞ്ഞ് വരും. നിങ്ങൾ ആരെങ്കിലും ഒരാളെ വണ്ടി ഇടിച്ചു എന്ന് വിചാരിക്കുക, അത് ആരംഭത്തിൽ പറഞ്ഞ സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അങ്ങനെ നിങ്ങളെ വണ്ടി ഇടിച്ചു, ഇവിടെ തൊട്ടടുത്തത് അവിടെ വന്നവിടെ ഒരു ആശുപത്രി ഉണ്ട്, പിന്നെ വേറെ എവിടെയെങ്കിലും ആശുപത്രി, സെൻറ്റ് ജെയിംസോ എവിടെയെങ്കിലും കൊണ്ട് ചെല്ലുന്നു. നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ എല്ലൊടിഞ്ഞിട്ടുണ്ട്, തൊലി പോയിട്ടുണ്ട്, ആദ്യമായ സാധനങ്ങളൊക്കെ ഉണ്ട്. ആശുപത്രി ചെന്ന് കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിച്ച് നിങ്ങളുടെ വികാരിയച്ഛൻ നല്ല ഇടയനാണ്. അച്ഛൻ ധ്യാനം കൂടി പോയത് കൊണ്ട് നമ്മുടെ ഇടവേഗൽ ഒരംഗത്തെ വണ്ടി ഇടിച്ചെന്ന് പറയുമ്പോൾ അച്ഛൻ ഓടി വരും. കാഷ്വാലിറ്റിയുടെ വാതൊക്കെ കൊണ്ടുപോയി നിൽക്കുന്നുണ്ട്. വന്നപ്പോൾ നിങ്ങൾ അകത്തേക്ക് കയറി ഉടുപ്പിട്ടത് കൊണ്ട് അകത്ത് കയറി ഒരാൾ അകത്ത് കൂടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ വികാരിയച്ഛനെ നോക്കും, മോത്ത് നോക്കിയിട്ട് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവി. അപ്പൊ നേഴ്സ് പറയുന്ന കാര്യം വികാരിയച്ഛനോടാ, അച്ഛാ ക്ഷമിക്കണം, ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തലയുടെ ഡോക്ടർ നേരത്തെ പോയി, നാളെ രാവിലെ എങ്ങാനും വരുമ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. കാരണം വന്നപ്പോൾ തൊട്ട് ഈ പാട്ടാ പാടണേ. തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, ഞരമ്പിനായിരിക്കും അച്ഛാ പ്രോബ്ലം, കാണുന്നു, വേറെ ഒന്നും അങ്ങനെ നമുക്ക് പുറമേ കാണാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒടിഞ്ഞിട്ടുണ്ട്, ഞെരിഞ്ഞിട്ടുണ്ട്, തൊലി പോയിട്ടുണ്ട്. പറ്റുമോ നമുക്ക്? വാക്കുകൊണ്ട് എനിക്ക് പറയാൻ വളരെ എളുപ്പമാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം കൊന്ത നടക്കുന്ന ദിവസങ്ങളിൽ എന്നെ ഒരു വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ പള്ളിയിലെ കൊന്ത കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടവക അതിർത്തിയിൽ താമസിക്കുന്ന ഒരു വീട്ടില്, അവരിടവക ചേർന്നിട്ടില്ല, ആ വീട്ടിലെ ആ ചേച്ചിയുടെ അനുജത്തിയുടെ മകൾ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ കൊച്ചിനെ കാണാനാണ് എന്നെ കൊണ്ടുപോയത്. പോകുന്ന വഴിക്ക് ബൈക്കിലിരുന്ന ഞാൻ പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, നാളെ കഴിഞ്ഞ് രാവിലെ RCCയിലേക്ക് കൊച്ചിനെ കൊണ്ടുപോകും. RCC എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, ക്യാൻസർ ആണ്. RCC എന്ന് പറഞ്ഞാൽ ക്യാൻസറിന്റെ അവസാനത്തെ വാക്കാണ് RCCയിൽ കൊച്ചിനെ കൊണ്ടുപോകും. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണേ. കൊച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ, ദൈവമേ, കൊച്ചുങ്ങളൊക്കെ ഈ രോഗം വന്ന് നമുക്കറിയാലോ. ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പ്രായമായ അപ്പനമ്മ, ആ കുടുംബനാഥൻ, ആ ചേച്ചിയുടെ അനുജത്തി അവിടെ നിൽക്കുന്നുണ്ട്. അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയപ്പോൾ കട്ടിലിൽ
+1 വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി, പേര് ഏഞ്ചൽ എന്നാണ്. ശരിക്കും മാലാഖ കണക്കെ അവൾ ആ കട്ടിലിൽ കിടക്കുകയാണ്. അവളുടെ കിടപ്പ് നിവർന്നാണ്, എങ്കിലും ഒരു കാല് നേരെയും മറ്റേ കാല് ഇങ്ങനെ മുട്ട് മടക്കിയാണ് അവൾ കിടക്കുക. അവളെ എന്നെ കണ്ടപ്പോൾ പയ്യെ ഇങ്ങനെ ഞെരിവിരി കൊണ്ട് ഇങ്ങനെ എഴുന്നേക്കാനല്ല, കുറച്ചും കൂടി കയറി കിടക്കാൻ നോക്കി. ഏഞ്ചൽ അവിടെ കിടന്നോ? ഒട്ടനെ ഇവൾ എന്നോട് ചോദിച്ച ചോദ്യം, അച്ഛനെന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു കൊച്ച്, ഇങ്ങനൊരു രോഗം. അച്ഛാ, മുമ്പത്തെ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പുള്ള ക്രിസ്മസ് പരിപാടിയിൽ ഞങ്ങളുടെ സ്കൂളിൽ അച്ഛൻ ക്രിസ്മസിന് ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അച്ഛൻ്റെ കൂടെ സ്റ്റേജിൽ അടുത്തിരുന്നതാണ് ഞാനും ക്രിസ്മസ് സന്ദേശം കൊടുത്തിരുന്നു, വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച്. എൻ്റെ മനസ്സിലെന്തോ ഒരു ഓർമ്മ പോലെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഏഞ്ചലെ, നിന്റെ രോഗം എന്താണെന്ന് നിനക്കറിയാവോ? അറിയാം, എൻ്റെ മുട്ടിൽ ക്യാൻസറാണ്, ചിരട്ടയുടെ ഭാഗത്ത് ക്യാൻസറാണ്. വേറൊരു ദാരുണമായ അവസ്ഥ, 3 ആഴ്ച മുമ്പ് കൊച്ചിൻ്റെ അപ്പൻ മരിച്ചുപോയി ക്യാൻസറായിട്ട് എന്നുള്ളതാണ്. ഇനി അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അവൾ മുട്ടിൽ നിവർത്താൻ പറ്റുന്നില്ല. അവർക്ക് നിവർത്തണമെങ്കിൽ ഇവിടെ ഭയങ്കര വേദനയാണ്. അപ്പോൾ അവളൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോയി. അവരത് തിരുമി, അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്തോ അസ്വസ്ഥത, വേദന മാറുന്നില്ല. MRI സ്കാൻ ചെയ്തപ്പോഴാണ് മുട്ടിൻ്റെ ആ ബോണിൽ, ആ എല്ലിൽ ക്യാൻസറാണ്. 17 വയസ്സുള്ളൂ. വേദന കൊണ്ട് കൊച്ചു പൊളയുന്നുണ്ടെന്ന് കിടക്കുമ്പോൾ ഇവളുടെ കട്ടായം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ചോദിച്ചു, നീ എന്നെ കഴിച്ചേ? എനിക്കൊന്നും കഴിക്കാൻ പാടില്ല അച്ഛാ, ഗോതമ്പ് ദോശയും കറിയും അമ്മ തന്നു, ഞാനത് കഴിച്ചു. ഞാൻ ചോദിച്ചു, ഏഞ്ചലെ, നാളെ കഴിഞ്ഞ് രാവിലെ RCCയിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. RCC നിനക്കറിയാം, ക്യാൻസർ ഏറ്റവും കൂടുതലുള്ള ഒരു ആശുപത്രിയാണ്. വിദഗ്ധമായ ചികിത്സയ്ക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. നിനക്ക് പേടിയുണ്ടോ? അവൾ എന്നോടൊരു പേടിയൊന്നുമില്ല അച്ഛൻ, ഇവരൊക്കെ പറഞ്ഞു. അവൾ എന്നോട് പറയുന്നു, ഇവരൊക്കെ പറഞ്ഞു ചിലപ്പോ എൻ്റെ മുട്ട് മുറിച്ചു കളഞ്ഞു എന്ന് വരും, എന്നാലും എനിക്ക് ജീവനോടെ തിരിച്ചു വരാമല്ലോ. അച്ഛൻ, ഇവരൊക്കെ പറഞ്ഞു എൻ്റെ മുട്ട് മുറിച്ചു കളഞ്ഞു എന്ന് വരും, എന്നാലും ജീവനോടെ എനിക്ക് തിരിച്ചു വരാലോ. എന്തൊരു പ്രത്യാശ, എന്തൊരു വലിയ പ്രതീക്ഷയാ കണ്ണില്. 3 ആഴ്ച മുമ്പ് അപ്പൻ മരിച്ചു, അമ്മ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, 17 വയസ്സുള്ളൂ, അടുത്ത വർഷം +2 പൂർത്തിയാക്കണം. മിടുക്കിയായ പെണ്ണ്, സ്വപ്നങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചവള്, മുട്ടില് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോ ഞാൻ 12 വർഷം ചങ്ക് വിരിച്ച് സെമിനാരി പഠിച്ചു, തിയോളജി, ഫിലോസഫി. ഇന്ന് പരീക്ഷ തീർത്തു, വേറൊരു പഠനം. ഇതുവരെ എനിക്ക് മനസ്സിലാകാത്തത്, 2 മിനിറ്റ് കൊണ്ട് ഈ പെണ്ണെന്നെ പഠിപ്പിച്ചു ഇതിൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന്. ഇതിൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, സത്യമാണ്. ഈ RCCയുടെ അകത്ത് കയറിയ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരാതി പറയില്ല. കഴിഞ്ഞതിൻ്റെ 9 വർഷം എൻ്റെ വൈസ് ചെയർമാൻ, കുടുംബ യൂണിറ്റിന്റെ ചാർജുണ്ട്, 41 വയസ്സ്, 3 കുഞ്ഞുങ്ങള്. പള്ളിയിലെ തിരുനാളും ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹത്തെ ഒരു ദിവസം കൊച്ചിനെ പനിയായിട്ട് കാണിക്കാൻ കൊണ്ട് 2 ദിവസമായിട്ട് അയാളുടെ മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനൊരു ഇത് വരുന്നുണ്ടല്ലോ. ഡോക്ടർ പറഞ്ഞു, ബ്ലഡ് വെറുതെ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡിന് ഭയങ്കരമായിട്ട് കൗണ്ട് കുറവാണ്. പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. മെഡിക്കൽ കോളേജിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കാണാൻ ചെന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, അച്ഛാ പോസിറ്റീവാണ് റിസൾട്ട്, ഞങ്ങൾക്കത് ഒഫീഷ്യലായിട്ട് പറയാറായിട്ടില്ല, നമുക്ക് ഇത്രയും കൂടി കാര്യങ്ങൾ ആലോചിക്കാം. പോസിറ്റീവാണ് റിസൾട്ട്. ഈ പോസിറ്റീവ് മീൻസ് ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസറാണ്, അതങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സ് ഒന്നും കൂടി നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. പിറ്റേ ദിവസം വൈകുന്നേരം അവർ പറഞ്ഞു, RCCയിലേക്ക് രാവിലെ ഒരു വിദഗ്ധ ചെക്കപ്പിന് പോകണം. ഈ മനുഷ്യൻ RCC എന്ന് കേട്ടപ്പോൾ തകർന്ന തരിപ്പണമായി. വീണ്ടും രാത്രി ഞാൻ ചെന്നു മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ ഇങ്ങനെ കണ്ണും നട്ടിരിക്കുകയാണ്. അച്ഛാ, എൻ്റെ കൊച്ചുങ്ങള്, എൻ്റെ ജീവിത പങ്കാളി, ആരെ ഏൽപ്പിക്കും ഞാൻ? നെടുവേർപ്പെടുന്നുണ്ട് ഈ മനുഷ്യൻ. അവിടെ ചെന്ന് ഉച്ചയോടുകൂടി തീരുമാനമായി, ലുക്കിമിയാണ്, ബ്ലഡ് ക്യാൻസർ 2nd സ്റ്റേജ്. പക്ഷെ ഇടവക മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, കരഞ്ഞു നിലവിളിച്ചു, കുർബാനയിൽ സമർപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച എന്നെ പള്ളി കൊണ്ടുവന്നാക്കാൻ വന്നു. പോകാൻ നേരത്തെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാ പോയ. ജീവനോടെ ഇന്ന് നല്ല സുന്ദരനായിട്ട് നടക്കുന്നു. ദൈവത്തിന്റെ ഇടപെടല്. അതിനുശേഷം ഒരു ദിവസം പോലും ബലിയർപ്പണം മുടക്കിയിട്ടില്ല.
കഠിനമായ മരുന്ന് കഴിക്കുന്നു എന്ന് ഓർക്കണം. അതിനിടയ്ക്ക് കോവിഡ് വന്നു. ഇപ്പൊ പള്ളി വരുന്നത് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച്. ആ ദിനങ്ങളിൽ എല്ലാ ദിവസവും ഓട്ടോക്കാരനെ പറഞ്ഞേൽപ്പിച്ചു, എനിക്ക് രാവിലെ പള്ളിയിൽ പോയി ബലിയർപ്പിക്കണം, എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോയി ബലിയർപ്പിക്കണം. ഞാൻ അത്ഭുതത്തോടെ നോക്കുകയാണ്. 10 മിനിറ്റ് തലവേദന വന്ന ഞാൻ 10 മിനിറ്റ് ചിലപ്പോൾ കുർബാന വൈകിക്കും. എനിക്ക് അസ്വസ്ഥതയാണ്, ഉറങ്ങിപ്പോയി. കഠിനമായ ഡോസുള്ള മരുന്ന് കഴിക്കുന്നൊരു മനുഷ്യൻ ഉണ്ട്. ജീവിതത്തിൽ ഇതുപോലത്തെ വേദനയുടെ നടുവില് നന്ദി പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരൊക്കെ കുരിശിന്റെ മുറിവിന്റെ ആഴം കണ്ടവരാണ്. അത് ഏറ്റവും വലിയ കാര്യമല്ലേ, കുരിശിന്റെ മുറിവിന്റെ ആഴം കാണുക പറ്റുക എന്നുള്ളത്. നമ്മൾ നോക്കുമ്പോൾ ഒറ്റയൊടിക്ക് ഈ ക്രൂശ് രൂപത്തിന് കലാകാരൻ വരച്ച മുട്ടുമ്പത്ത് ഈ മുറിവ്, കൈമ മുറിവ്, ചങ്കത്ത് മുറിവ്, തലേ മുറിവ്, കാലിൽ മുറിവ്, ഇത് കലാകാരന്മാര് പയ്യെ പയ്യെ ചുരുക്കി 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 ക്രൂശിത രൂപത്തെ നന്നായി ഒരുക്കി. എന്നാൽ ഇതല്ലല്ലോ ക്രൂശിത രൂപത്തിന്റെ യഥാർത്ഥത്തിലുള്ള മുറിവ്. നമ്മൾ ആരും കണ്ടിട്ടില്ല. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചിത്രം കണ്ട് തലകറങ്ങി അറ്റാക്ക് വന്നവരാണ് കേരളത്തിലുള്ളവര്. അതിന്റെ സംവിധായകൻ പറയുന്നു, ആ മുറിവ് 70% ഞാൻ ആ സിനിമയെ കൊണ്ടുവന്നിട്ടുള്ളൂ, 70% ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളൂ, ബാക്കി 30% എന്തായിരിക്കും? കഠോരം, മനുഷ്യന് സങ്കല്പിക്കാവുന്നതിന്റെ അപ്പുറത്ത്. ആ മുറിവിന്റെ ആഴം കാണാനുള്ളൊരു വിളിയാണ് നമ്മുടെയൊക്കെ ഈ മുറിവുകള്, നമുക്ക് കിട്ടുന്ന സഹനം. ഞാൻ എൻ്റെ അമ്മയെ വാഴ്ത്തിപ്പാടുന്നതല്ല, ഞാൻ ഈ അടുത്ത ദിനങ്ങളിലാണ് ഞാനിത് പറഞ്ഞു. എൻ്റെ അമ്മ, ഞാൻ ഒരിക്കലും അമ്മയുടെ സ്തുതി പാടുന്നതല്ല, പക്ഷെ ഞാൻ അമ്മയുടെ ധീരോചിതമായ ഒരു ചങ്കൂറ്റം ഓർക്കുകയാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് 16 വർഷമായി. എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഏതാണ്ട് അമ്മ മരിക്കുന്നതിന് 4-5 വർഷം മുമ്പ് അമ്മ അറിഞ്ഞിരുന്നു അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന്. അത് സത്യമാണ്. ദൈവത്തിനും അമ്മയ്ക്കും അതാദ്യം കണ്ട ഡോക്ടർക്കും അല്ലാതെ എൻ്റെ അപ്പൻ അറിഞ്ഞിട്ടില്ല. ഒരു വാക്കുപോലും അമ്മ പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും എൻ്റെ അപ്പൻ കൈയുടെ ഓരം തിരുമ്പി കൊടുക്കുന്നത് വെക്കേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് സെമിനാരിയിൽ. എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തലയിണയിൽ തല വെച്ച് കമന്ന് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്റെ ചിന്ത 5 മണിക്ക് എഴുന്നേറ്റ് ഈശോയുടെ രൂപത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ അറിയുന്നു ഉറങ്ങാത്ത രാത്രികളായിരുന്നു അത്. ശരീരം മുഴുവൻ പഴുത്തുപോയിരുന്നു. മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് മുമ്പ് കുളിപ്പിക്കാൻ തുറന്നപ്പോഴാണ് ദാരുണമായി രംഗം കാണുക. അത്രയ്ക്ക് കഠോരമായിരുന്നു. ആ കാലത്തിറങ്ങിയ ഒരു വിക്സാഷൻ 500 എന്ന് പറയുന്ന ഒരു ഗുളികയില് ജീവിതത്തിന്റെ വർഷങ്ങള് ചവിട്ടിക്കൂട്ടി കൊണ്ടുപോയി എല്ലാ ദിവസവും 6:30 മണിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ കുർബാന അർപ്പിക്കാൻ പോവായിരുന്നു. വാഴ്ത്തിപ്പാടിയതല്ല, പുകഴ്ച പറഞ്ഞതല്ല, ആ ചങ്കുറ്റാണ് ഞാൻ ഇന്ന് വെള്ളമെടുപ്പിട്ട് ആൾക്കാരെ നിൽക്കുന്നേ. അത്രയ്ക്ക് കഠോരമായ അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരു പള്ളിയകത്തുണ്ട്. ഇറക്കി പിടിച്ച് ജീവിക്കുന്നവര്, സഹനങ്ങളൊക്കെ ദൈവിക ദാനങ്ങളാണെന്ന് പറഞ്ഞു കഴിയുന്നവര് ഉണ്ട്. കുരിശിന്റെ മുറിവിന്റെ ആഴം കാണാൻ പറ്റുക ഭയങ്കര പാടാണ്. വളരെ എളുപ്പത്തിൽ നടക്കുന്നതല്ല, എല്ലാവർക്കും പറ്റുന്നതുമല്ല. ഇതൊക്കെ പ്രഘോഷിക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ചും കൂടി ഒരു വേദനയുടെ അനുഭവത്തിലൂടെയൊക്കെ പൗരോഹിത്യത്തിൽ ഞാനും കടന്നു പോയിട്ടുണ്ട്. കൊച്ചസിനായിരുന്ന കാലഘട്ടത്തിലും ഇതുപോലെയൊക്കെ ഞാനും ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ വരുമ്പോൾ ഇന്ന് ഞാനത് ഓർക്കുന്നു, അന്ന് ഞാൻ കരഞ്ഞതുകൊണ്ട് ഇന്ന് എനിക്ക് ചിലതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നിർവൃതിയോടെ ഞാനും ഇരുന്ന് പള്ളിയുടെ അകത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ചങ്ക് മുറിച്ച് പറിച്ചു പോകുന്ന ചില വേദനകളും അസ്വസ്ഥതകളും ഒക്കെ സകല മനുഷ്യർക്കും ഈ പള്ളിയകത്ത് ഇരിക്കുന്നവർക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫുൾട്ടൻ ജെഷീൻ മെത്രാനാണ്, വിശുദ്ധനാണ്. ഫുൾട്ടൻ ജെഷീൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരു കാര്യം കുറിക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? അച്ഛനായിരുന്ന സമയത്ത് വീട്ടിൽ പോകുമായിരുന്നു. വീട്ടിൽ പോകും. വീട്ടില് ഞങ്ങള് അച്ഛന്മാര് വീട്ടിൽ പോകും. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അച്ഛനും പോകും, ഞാനും പോകും. എനിക്ക് ഇത് കഴിഞ്ഞ് ഒന്നും കൂടി പോകണം. വീട്ടിൽ പോകും. എന്തിനാണെന്നറിയാവോ? വീട്ടിൽ 2 എണ്ണങ്ങളുണ്ട്. അതുങ്ങളെ സ്നേഹിക്കാൻ, തല്ലുപിടിക്കാൻ, അതുങ്ങളുടെ തമ്മിൽ പരസ്പരം അടിയുണ്ടാക്കാൻ, പിന്നെ അതുങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ അച്ഛന്മാർ പോണേ. എല്ലാ അച്ഛന്മാരും അങ്ങനെയാണ്. വീട്ടിൽ വരുമ്പോൾ ജ്യേഷ്ഠൻ്റെയോ അനുജൻ്റെയോ ഒക്കെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ മേടിച്ചു കൊടുക്കും. എന്തിനാ ഞങ്ങൾ അങ്ങനെ തിന്നാൻ മേടിച്ചു കൊടുക്കണേന്ന് അറിയാവോ? ഞങ്ങൾ അതിൻ്റെ അകത്തൊരു കുരുട്ടുബുദ്ധി കണ്ടിട്ടുണ്ട്. എല്ലാ അച്ഛന്മാർക്കും ജന്മനാ കിട്ടിയൊരു കുരുട്ടുബുദ്ധി ഉണ്ട്. ഞങ്ങൾ ഇവർക്ക് തിന്നാൻ ഇപ്പം മേടിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊരു 75 ആകുമ്പോൾ പടം മടക്കും. ഈ ഗർജനമൊക്കെ തീരും. 75 ആകുമ്പോൾ പയ്യെ കൈയൊക്കെ പിടിച്ച് തൊലിയൊക്കെ ചുളുങ്ങി
അഗതി മന്ദിരം ഞങ്ങൾക്കും ഉണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല. പ്രീസ്റ്റ് ഹോം, അവിടെ കൊണ്ടുപോയി ഞങ്ങളെ ഇരുത്തും. ഇനി അനങ്ങരുത്. ഇനി ഇവിടെ ഇരുന്ന് കൊന്ത ചൊല്ലുകയോ പാട്ട് പാടുകയോ ചെടി നനയ്ക്കുകയോ. ഒരു കാലത്ത് എന്തായിരുന്നു, ഗർജിക്കുന്ന സിംഹമായിരുന്നു. പല്ലെല്ലാം കൊഴിഞ്ഞ് താടിയെല്ലാം പോയി, തലയില മുടിയും പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ പിള്ളേർക്ക് ഇപ്പം തീറ്റ മേടിച്ചു കൊടുത്ത ആ പിള്ളേർ വളർന്ന് ഏതാണ്ടൊരു പക്വതയൊക്കെ എത്തി കെട്ടുന്ന പ്രായത്തിലോ അല്ലെങ്കിൽ അതുങ്ങളുടെ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കാണാൻ വരുമ്പോൾ തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ തീറ്റ മേടിച്ചു കൊടുക്കണേ. അല്ലാതെ ഇതിനകത്ത് വേറെ ഇതൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സത്യമായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് മേടിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോൾ ചെല്ലുമ്പോഴും മേടിച്ചു കൊടുക്കും. ഇന്നാൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ചേട്ടന് 2 പിള്ളേർ, മൂത്തത് ആറ്റം ബോംബ്, രണ്ടാമത്തത് ന്യൂട്രോൺ ബോംബാ. രണ്ടാമത്തതിനെ വേണമെങ്കിൽ അടുത്ത വർഷം പഞ്ചായത്ത് ഇലക്ഷന് നിർത്താം, സുന്ദരമായിട്ട് ജയിച്ചു പോരും. വായൽ അതുപോലത്തെ നാക്കാണ്. എല്ലാവരെയും ഭരിക്കുന്ന, എല്ലാവരെയും നിയന്ത്രിക്കുന്ന, വഴി കൂടെ സകലര് പോയാലും കൈയും കാലും പൊക്കി വിശേഷം അന്വേഷിക്കുന്ന ഒരു ജനകീയ നേതാവാണ് ചേട്ടൻ്റെ രണ്ടാമത്തെ സാധനം. വീട്ടിൽ കയറി ചെന്നപ്പോൾ ഒരിക്കൽ എൻ്റെ അപ്പം പോലും ഇതുപോലെ ചോദിച്ചിട്ടില്ല എന്നോട്. അന്ന് എൻ്റെ കയ്യിൽ ഒന്നുമില്ല വണ്ടിയിൽ. ഞാനെന്തോ മേടിക്കാൻ വിട്ടുപോയി. എന്നപ്പോൾ അവൻ എന്നോട് ചോദിക്കുക, ഇന്ന് കയ്യും വീശിയാണോ വന്നേക്കണേ എൻ്റെ വീട്ടിലേക്ക്? എൻ്റെ വീടാന്ന് ഓർക്കണം, എൻ്റെ അപ്പൻ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ ടാബുണ്ട്, ടാബ് അറിയാവോ? എന്താ അത്? സിനിമ കാണുന്ന, ഗെയിം കളിക്കുന്ന. നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ മക്കളെ ടാബ്? ഓൾമോസ്റ്റ് എല്ലാത്തിനും കാണും. ഈ കോവിഡ് വന്നപ്പോഴൊക്കെ കുറേ മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ കാരണവന്മാർ മുലപ്പാലിന് പകരം കൊടുക്കുന്ന ആദ്യത്തെ സാധനം ടാബാ. പണ്ട് പാലാ കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പം അത് പോയി. ജനറേഷൻ പുതിയ മോഡലായല്ലോ. അവനും കിട്ടിയിട്ടുണ്ട്, അവൻ്റെ അമ്മയുടെ ആങ്ങള കൊടുത്തൊരു ടാബ്. അതുകൊണ്ട് കുത്തിക്കളിക്കണേ. അത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എടാ നീ അത് കൊണ്ടുപോയി മുറിയുടെ അകത്ത് വയ്ക്കും, ഒരു പരിധി കഴിഞ്ഞാൽ കണ്ണടിക്കും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കണ്ണാടി വെച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, നിനക്ക് കണ്ണാടി വെക്കേണ്ടി വരും, നീ അതുകൊണ്ട് അകത്ത് വെക്കി. വളരെ സ്നേഹബുദ്ധിയ അനുസരണത്തോടെ ആ ടാബ് കൊണ്ടുപോയി അകത്ത് വെച്ചിട്ട് തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്ന് തന്നെ പോകോ അതോ ഇവിടെ കിടക്കോ? വീട് എൻ്റെ ആണെന്നും കൂടി ഓർക്കണം. സ്വത്ത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. തിരിക്കാനൊന്നുമില്ല, ആകെ 3.5 സെൻറ്റ് സ്ഥലമുള്ളൂ. അത് 2ആയിട്ട് വീതിച്ചാൽ പോലും ഒരു മുറിയുടെ പകുതി എനിക്ക് കിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് കയറി ചെല്ലാലോ. എൻ്റെ അപ്പം പോലും ചോദിച്ചിട്ടില്ല ഇന്ന് പോകോ ഇവിടെ കിടക്കോ എന്നുള്ളത്. അവനാ ചോദിക്കണേ. ഫുൾട്ടൻ ജേഷിയും വീട്ടിൽ ചെന്നിട്ട് പിള്ളേരെ 4-5 എണ്ണം ഉണ്ട്. എല്ലാത്തിനും ലഡുവും ജിലേബി എല്ലാ തീറ്റയും മേടിച്ചു കൊടുത്തിട്ട് അടുത്തേക്ക് വിളിച്ചു, മക്കളെ ഇച്ചാച്ചനെ മക്കൾക്ക് ഇഷ്ടമാണോ? പിള്ളേരെല്ലാം കൈവക്കി. പിന്നെ ഇതേപോലെ തീറ്റ മേടിച്ചു തരുന്ന ആളെ ഇഷ്ടമല്ല എന്ന് പറയണ എങ്ങനെയാ? ഇഷ്ടമാണ്, എന്തോരിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഏറ്റവും ചെറുതിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഫുൾട്ടൻ ജേഷൻ ചോദിച്ചു, മോനിച്ചാച്ചിന് ഇഷ്ടമാണോ? കൊച്ചു തലയാട്ടി. വാ തുറന്ന് പറ. കൊച്ചു തലയാട്ടി. കൊച്ചു കൈയെടുത്ത്, എന്തോരിഷ്ടമാണ്. കൊച്ചിങ്ങനെ കൈയെടുത്തിട്ട് ഉരുട്ടി. കുഞ്ഞു കൈയല്ലേ. ഫുൾട്ടൻ ജേഷൻ പറഞ്ഞു, ഇതെന്തോടാ, ഇതിൽ കൂടുതൽ എന്തോരം നീ തിന്നു? ഇതൊരു കാടമുട്ടയുടെ വലിപ്പയിലുള്ളൂ. ഇത്ര ഉള്ള നിനക്ക് എന്നോട് ഇഷ്ടം? വീണ്ടും അറിയാൻ വേണ്ടി ഫുൾട്ടൻ ജേഷൻ ഒന്നുകൂടെ ചോദിച്ചപ്പോൾ കൊച്ചു കുറച്ചുകൂടി കൈ വലിപ്പിച്ചു, കുറച്ചുകൂടി വലിപ്പം കയറ്റി. ഫുൾട്ടൻ ജേഷൻ വീണ്ടും ചോദിച്ചു. കൊച്ചിനാണെങ്കിൽ ദേഷ്യം കയറിയിട്ട് വയ്യ. അച്ഛനായതുകൊണ്ട് മാത്രം തല്ലേ തെറിപറയാ ചെയ്യാത്തതാ. ഉടനെ കുഞ്ഞു കൊച്ച് ഫുൾട്ടൻ ജേഷൻ ഇങ്ങനെ വട്ടം 2 കൈയും എടുത്ത് അള്ളി പിടിച്ചിട്ട്, എന്റെ അച്ചാച്ചനെ എനിക്ക് ഇത്രമാത്രം ഇഷ്ടമാണ്, എന്റെ അച്ചാച്ചനെ എനിക്ക് ഇത്രമാത്രം ഇഷ്ടമാണ്. ഫുൾട്ടൻ ജേഷൻ പറയാണ്, ഞാൻ ആ കൊച്ചിന്റെ മുമ്പിൽ അറിയാതെ കരഞ്ഞു പോയി. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ മുറിയിൽ വന്നിട്ട് കൊച്ചിനോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ ആ ക്രൂശിത രൂപത്തിന്റെ ചോട്ടിൽ പോയി നിന്ന് ചോദിച്ചു, നിനക്കെന്നെ ഇഷ്ടമാണോ? നിനക്കെന്നെ ഇഷ്ടമാണോ? കുറെ നേരം ചോദിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടി, ഇത്രത്തോളം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇനി വേറെ ഒന്നും കാണിക്കാനില്ല. ഞാൻ ഈ വിരിച്ച കൈയുടെ വലിപ്പവും അതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. എനിക്ക് ഇത്രമാത്രം നിന്നെ ഇഷ്ടമാണ്. ഇത്രമാത്രം എന്ന് പറയുമ്പോ ഇതിനകത്ത് മുറിവ്, ചോര എല്ലാം ഉണ്ട്. ഇത്രയും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വേറെ ഒന്നും എനിക്ക് നിന്നോട് പറയാനില്ല. എനിക്ക് അത്രയേറെ നിന്നെ ഇഷ്ടമാണ്. എന്തിനാണെന്നറിയോ നമുക്ക് ഈ വേദനയും കുരിശൊക്കെ ദൈവം തരുന്നത്? ശരിയാ പത്രോസ് ലീഗ പറഞ്ഞത്, പരിശോധിക്കാനും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട്, കൊതി കൊണ്ട് തരുന്നതാ. നമ്മളൊന്ന് ഉൾക്കൊണ്ടാ മതി. എല്ലാ വേദനയുടെ പുറകിലും ദൈവം പൂർണ്ണമായിട്ട് നമ്മളെ തോപ്പിച്ച് കളയൊന്നുമില്ല. ഒരിക്കലും ദൈവം നമ്മളെ പരാജയപ്പെടുത്തൂല. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കരുത്.
ദൈവം എന്നെ മുഴുവനായും കൈവിട്ടു എന്ന്. കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം, ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ അച്ഛനും പഠിച്ചതാണല്ലോ. കഴിഞ്ഞ ദിവസം എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ 20 ക്വസ്റ്റ്യൻ തരും. ആ 20 ക്വസ്റ്റ്യനിൽ നമുക്ക് നറുക്കെടുക്കണം. 2 എണ്ണം എടുക്കാം, അതിൽ 1 എണ്ണം എഴുതാം. ഞാനുണ്ടല്ലോ ഈ എല്ലാത്തിനും അഗ്നിപരീക്ഷണം നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് 20 ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ഞാൻ തന്നെ ഉറപ്പിച്ചു 2 എണ്ണം മനഃപൂർവ്വം വിട്ടേക്കാം, 18 എണ്ണം പഠിക്കാം. 2 എണ്ണം കിട്ടുമല്ലോ, ഏതെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതി അധികമായ ആത്മവിശ്വാസത്തോടെ, അധികമായ ചങ്കൂറ്റത്തോടെ ഞാൻ 2 എണ്ണം വിട്ടു. പരീക്ഷാ ഹാളിൽ ചെന്ന് നറുക്കെടുത്തപ്പോൾ ആദ്യം കിട്ടിയത് പഠിക്കാതെ വിട്ടതാ. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ആകാശത്തിനും ഭൂമിക്കും മധ്യ കുരിശി തൂങ്ങിയൊരവസ്ഥ. ഒരു വാക്കെനിക്കറിയാൻ പാടില്ല. 2ാമത്തെ ലോട്ടിൽ ദൈവം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ പഠിച്ചത് വന്നു. ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു, ദൈവം ഒരിക്കലും പൂർണ്ണമായിട്ട് നമ്മളെ കൈവിടില്ല. ദൈവം നമ്മളെ കൈവിടില്ലെന്നേ. ദൈവം നമ്മളെ ചേർത്ത് പിടിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ധ്യാനത്തിന് പോയി. കുർബാന അന്ന് ഞാൻ ചൊല്ലി. അന്ന് എൻ്റെ ഡയറക്ടർ അച്ഛനുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ. അച്ഛൻ്റെ പ്രസംഗം തുടങ്ങി. കുർബാന കഴിഞ്ഞ് സങ്കീർത്തിയിലിറങ്ങി ഞാൻ അങ്ങോട്ട് നീങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചിയും കൊച്ചു എന്നെ കാണാൻ വന്നു. കാണാൻ വന്ന ചേച്ചി എന്നോട് പറഞ്ഞു, ഒന്ന് സംസാരിക്കണം. ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് മാറി. നല്ല സ്പീക്കറിൻ്റെ ശബ്ദമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ആ ഊട്ടുമുറിയുടെ അകത്തേക്ക് കയറി ഇന്ന് സംസാരിക്കാം. അങ്ങനെ അതിലേക്ക് കയറിയപ്പോൾ ഇളയ കൊച്ചു കൂടെയുണ്ട്. അവൻ്റെ കൈ പിടിച്ചാണ് ആ സ്ത്രീ വന്നത്. അവരവിടെ ഇരുന്നു. ഉടനെ എന്നോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് പറഞ്ഞ് അച്ഛന് മനസ്സിലാവും. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ബന്ധു ആരെങ്കിലും ആണോ? നമുക്കറിയാൻ പാടില്ല, പട്ടത്തിനൊക്കെ എന്തോരം പേരാ വന്ന് തിന്നേന്നറിയാവോ, ആരാന്ന് ആർക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് അങ്ങനെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഒന്ന് ക്ലിയർ ആയിട്ട് പറയാവോ? ഉടനെ ആ ചേച്ചി പറഞ്ഞു, എൻ്റെ പേര് ഇതെൻ്റെ ഇളയ കൊച്ച്. മൂത്ത കൊച്ച് കഴിഞ്ഞ മെയ് മാസം, ഇത് സംഭവം നടക്കുന്നത് മാർച്ചിലാണ്, തലേ മെയ്യിൽ പെരുമ്പാവൂരിൽ എത്തിയും പള്ളിയിലെ വികാരി അച്ഛൻ്റെ കൂടെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അച്ഛനെ വാർത്ത ടി വിയിലും പത്രത്തിലും കണ്ടിട്ടുണ്ടാകും. ആ മുങ്ങി മരിച്ച കൊച്ചിൻ്റെ അമ്മയാണ് ഞാൻ. ഇതെൻ്റെ ഇളയ കൊച്ച്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ പള്ളിയുടെ അകത്താണോ? അവൻ്റെ അപ്പൻ മരിച്ച് 11ാമത്തെ മാസമാണ് അവൻ മരിക്കുന്നത്. അവൻ്റെ അപ്പന് ക്യാൻസർ ആയിരുന്നു വയറിൽ. അച്ഛാ, ആ മനുഷ്യന് വയറിൽ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ അന്ന് മുതൽ മരിക്കുന്നത് മടി കിടന്ന് ആശുപത്രി പോകുന്ന വഴി അറ്റാക്ക് വന്നു. ഒരു പരാതി ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം നല്ല വേദനയുണ്ടെന്ന്. ഒരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ ദിവസവും പശുവിനെ കറക്കാൻ കൂടെ വരും. ഞാൻ പറയും, പറ്റുമോ, ഡയറിയിൽ പാൽ കൊണ്ട് ഞാൻ കൊണ്ടേ കൊടുക്കാം. അയാൾക്ക് വേദനയുണ്ട്. എല്ലാ ഭക്ഷണമൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ല. ഗുളിക എടുത്ത് കൊടുക്കാൻ വൈകുമ്പോൾ പരാതിയില്ല. എല്ലാം ഇറുക്കി പിടിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എല്ലാം ശരീരം ഒട്ടാൻ തുടങ്ങി. എന്നിട്ടും എൻ്റെ കൂടെ ഇരിക്കും. കുരിശ് വരയ്ക്കുമ്പോൾ അവിടെ വന്നിരിക്കും. നുറുങ്ങുന്ന വേദനയുണ്ടെന്ന് എനിക്കറിയാം. ചില രാത്രികൾ കടന്നു പോകാൻ ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. എന്നെ വിട്ടുപോയപ്പോൾ അച്ഛനറിയാലോ, പറക്കാൻ പറ്റാത്ത 2 പിള്ളേരെയും കയ്യിൽ തന്നിട്ട് ഒരു കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ജോലിയാണ് എനിക്ക്. ഈ കൊച്ചുങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ എന്താ ചെയ്യുക? പശുവിനെ കറന്ന് കിട്ടുന്ന പൈസയും ഈ കടയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് നിങ്ങളുടെ പഠനം നടത്തണം, ജീവിക്കണം. എനിക്കറിയില്ല. പശുവിനെ ഞാൻ വിറ്റു. പിന്നെ കടയിൽ ജോലിക്ക് പോകുന്നത് ഞാൻ കുറേ ദിവസത്തേക്ക് നിർത്തി. ഞാൻ മൊത്തം തളർന്നിരിക്കുമ്പോൾ എൻ്റെ ഈ മൂത്ത കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ കരയണേ? സിലികൾ എഴുന്നേക്ക്, അമ്മയ്ക്ക് ഞങ്ങളുണ്ട്. ചൂടുവെള്ളം തിളപ്പിക്കും കുളിക്കാൻ, അച്ചാറും മുട്ട വറുത്തതും കൊണ്ടുവരും കഞ്ഞി കുടിക്കാൻ. അവൻ്റെ നിർബന്ധത്തിൽ വീണ്ടും ഞാൻ പശുവിനെ വാങ്ങി. കടം മേടിച്ചിട്ടാണെങ്കിലും പശുവിനെ വാങ്ങി. അവൻ പാല് കൊണ്ടുപോയി ഡയറിയിൽ കൊടുക്കും. അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ ദിവസവും ഒരു തിരി എടുത്തു കൊണ്ടുപോകും. പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്താണ് അവൻ്റെ അപ്പൻ്റെ കുഴി അവിടെയാണ്. അങ്ങനെ എനിക്ക് കൊച്ചുങ്ങൾ 2 പേരും ജീവൻ തരാൻ തുടങ്ങി. ഞാൻ പയ്യെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ഇവൻ എന്തൊരു കരുതലോടെ എന്നെ. ഡിസംബർ മാസം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി, നമ്മുടെ പള്ളിയിലെ വികാരി അച്ഛനെ പോലെ ഒരു വികാരി അച്ഛനാകാൻ ഒരു കൊതിയുണ്ട്. അമ്മയ്ക്ക് സമ്മതമാണോ? ജോയലെ, നമ്മൾ ഒരുമിച്ചല്ലേ, എനിക്ക് വേറെ ആരും ഇല്ലല്ലോ. അമ്മയ്ക്ക് അനിയനുണ്ട്. ഞാൻ അമ്മയെ പൂർണ്ണമായി ഉപേക്ഷിച്ചല്ലോ പോണേ. അമ്മയുടെ കൂടെ എന്നും ഉണ്ടാകും. ഞാനൊന്ന് സെമിനാരിൽ പൊക്കോട്ടെ, നമുക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാം. ഞങ്ങൾ ഒരുമിച്ച് പോയി ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. ക്രിസ്മസിന് പുതിയ ഉടുപ്പൊക്കെ ഇടിയിച്ച്. അങ്ങനെ മാർച്ച് മാസം കഴിഞ്ഞ് മെയ് മാസത്തിൽ സ്കൂൾ പള്ളിയിൽ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സിൻ്റെ സമാപന ദിവസം എന്നോട് കൊച്ചു പറഞ്ഞു, എനിക്ക് വികാരി അച്ഛൻ്റെ കൂടെ പിക്നിക്ക് പോകാനൊരാഗ്രഹമുണ്ട്.
ദൂരത്തൊന്നുമല്ല അമ്മേ പോണേ, നമ്മുടെ വീടിൻ്റെ പുറകിലെ പുഴയില കുളിക്കാൻ പോകുന്നതാ. അടിയൊഴുക്കുള്ള സ്ഥലമാണ്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ പിന്നെ മെയ് മാസം മഴക്കാലം സാരില്ലമ്മേ. അമ്മ ഒരു കാര്യം ചെയ്യണം, അനിയനെ പള്ളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നെ. 11 മണിയാകുമ്പോൾ ഞാൻ പള്ളിയിൽ ചെന്നു, അവനെ അനിയനെ വിളിച്ചു. ഞാൻ കടയിലൊക്കെ പോയി, ബസ് കയറി, പിന്നെ നടക്കാനുണ്ട് വീട്ടിലേക്ക്. അവർ പോയി പിക്നിക്കിന് കുളിക്കാൻ കാറിൽ കയറി. ഞാനിതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഉച്ച കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞു. ഞാൻ വീടിൻ്റെ മുമ്പത്തെത്തുമ്പോൾ 2-3 പേര് വീടിൻ്റെ വാതക്ക് നിൽക്കുന്നുണ്ട്. അവർ എൻ്റെ കൊച്ചിനോട് ചോദിച്ചു, ചേട്ടൻ എന്തേ? ചേട്ടൻ വികാരിച്ചിൻ്റെ കൂടെ കുളിക്കാൻ പോയി. ഞാനീ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അകത്തേക്ക് എടുത്തു വെച്ച് വാതിൽ തുറന്നകത്തേക്ക് എടുത്തു വെക്കണ നേരത്തെ എന്നോട് പറഞ്ഞു, ചേച്ചി നമുക്കൊന്ന് സാൻജോ ആശുപത്രി പെരുമ്പാവൂർ വരെ പോകണം. നമ്മുടെ വികാരിയച്ഛന് ചെറിയൊരു അപകടം പറ്റി. കൊച്ചുങ്ങളൊക്കെ അച്ഛൻ്റെ കൂടെയുണ്ട്, പേടിക്കാനില്ല, വണ്ടി ഇപ്പോൾ വരും. എന്നാൽ എൻ്റെ മനസ്സിലൊരു ഇടിമിന്നി. ഞാൻ ഈ വണ്ടി കയറി ഇളയ കൊച്ചിനെയും കൊണ്ട് സാൻജോ ആശുപത്രിയുടെ കാഷ്വാലിറ്റി ചെന്നിറങ്ങുമ്പോൾ ഒരുപാട് ജനമുണ്ട്. എല്ലാവരും വഴിമാറി. എൻ്റെ കണ്ണിൽ എന്തോ ഇരുട്ട് കയറുന്നുണ്ട്. എന്നാലും ഞാൻ ഓടിച്ചെന്ന് കാഷ്വാലിറ്റിയുടെ നോക്കുമ്പോൾ എൻ്റെ വികാരിയച്ഛൻ്റെ നെഞ്ച തള്ളിപ്പിടിച്ച് കിടക്കുന്ന കൊച്ച്. ഞാൻ എന്തോരം പിടിച്ചു വലിച്ചു. അവൻ കണ്ണ് തുറക്കണില്ല. ഞാൻ അവനോട് പറഞ്ഞു, നീ ഒന്ന് വിളിച്ചേ, അമ്മയാണ് വിളിക്കണേ, അമ്മയാണ് വന്നേക്കണേ. ഞാൻ എന്തോരം പിടിച്ചു വലിച്ചു, അനങ്ങിയില്ല. സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, ഇനി അങ്ങനെ അവൻ വിളിക്കില്ല, അവൻ ഈശോയുടെ അടുത്തുണ്ട്. അവൻ വികാരിയച്ഛൻ്റെ കൂടെ ഈശോയുടെ അടുത്തേക്ക് യാത്ര പോയി എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ തളർന്നു വീണതാണ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അച്ഛാ, ഒരു വികാരിയച്ഛനെ പോലെ വികാരിയച്ഛനാകണമെന്ന് പറഞ്ഞു കൊതിച്ചു പ്രാർത്ഥിച്ച എൻ്റെ കൊച്ച്. എന്തൊരു സ്വപ്നമായിരുന്നു അവന്. ഒരു രാത്രി മുഴുവൻ പള്ളിയുടെ അകത്ത് അവൻ്റെ മൃതശരീരം അവൻ്റെ വികാരിയച്ഛൻ്റെ കൂടെ കൊണ്ടുവന്ന് വെച്ച് വീട്ടിലെ പന്തലിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ 1 വർഷത്തിനുള്ളിൽ 2 മരണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവര് എന്നെ പിരിഞ്ഞപ്പോൾ ഇനി ഒന്നുമില്ല ജീവിക്കാൻ. എത്ര തവണ മരിക്കണമെന്ന് ഞാൻ കരുതിയതാ. ഈ കൊച്ചിനൊരു നുള്ളു വിഷം വാങ്ങി കൊടുത്തിട്ട് ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതിയതാ. പക്ഷേ ഇന്നും ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോ ആ മാതിരിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളത്. പൗലോസ് ശ്ലീഹ റോമാക്കാരോട് പറഞ്ഞില്ലേ, സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിരിക്കും. എന്തു വന്നാലും അതിന്റെ പിന്നിൽ നന്മയുണ്ട്. ഞാൻ എല്ലാ ദിവസവും പള്ളി വരും. ബലിയർപ്പിക്കാൻ വരാൻ പറ്റില്ല, വെളുപ്പാങ്കാലത്ത് വരണം, കൊച്ചിന് സ്കൂളിൽ വിടണം. 1 മണിക്കൂർ ഞാൻ എൻ്റെ ഇടവക പള്ളിയുടെ ഉള്ളില് ദിവസത്തിൽ എപ്പോഴെങ്കിലും വന്ന് ചെലവഴിക്കും. തിരി കൊണ്ടുപോയി കത്തിച്ച് 2 പേരോടും സംസാരിക്കും. അവര് നൽകുന്ന കരുത്തും കുർബാനയിൽ എനിക്ക് കിട്ടുന്ന ശക്തിയും, അതാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. എനിക്കൊരു ഉത്തരവ് ആ സ്ത്രീയോട് പറയാനില്ല. മുഴുവൻ ആ സ്ത്രീ പറഞ്ഞു. ഒരു തിയോളജിയും ആ സ്ത്രീയുടെ മുമ്പിൽ എടുത്തു വെക്കാനില്ല. സുന്ദരമായ ആ സ്ത്രീ എന്നെ പഠിപ്പിച്ചു, അച്ഛാ, കുരിശിന്റെ മുറിവിന്റെ ആഴം കാണണം, അത് അച്ഛൻ കാണണമെന്ന് എന്നോട് അനുഭവത്തിലൂടെ പഠിപ്പിച്ചതാണ് ഈ പെണ്ണ്, ഈ സ്ത്രീ. ഞാൻ ഇന്നും ഓർക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്തൊരു സംതൃപ്തരാണെന്ന്. നീറിപ്പുകയുന്ന ജീവിതങ്ങളുണ്ട്, മുറിഞ്ഞു പറഞ്ഞു പോകുന്ന അനുഭവങ്ങളുള്ള മനുഷ്യരുണ്ട്, തിരസ്കരണങ്ങൾ അങ്ങുന്ന കാരണവന്മാരുണ്ട്. ഒരു പട്ടിക്ക് പോലും വില കൊടുക്കുന്നതിനും അപ്പുറത്ത് എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അയാൾ മരിച്ചുപോയി. അയാൾ ആശുപത്രിയിൽ അപ്പനെ കൊണ്ടുപോയി എവിടെ ഇരുത്തിയെന്നറിയാവോ? വാതൊക്കെ ഇരുത്തിയിട്ട് അയാൾ അകത്ത് കയറിയിട്ട് പറഞ്ഞു, തോട്ടപ്പണിക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്, മരുന്ന്, കൂടിയ മരുന്ന് കൊടുക്കരുത്, ഏറ്റവും ചെറിയ മരുന്നേ കൊടുക്കാവൂ. ആരാ തോട്ടപ്പണിക്കാരൻ? അപ്പനാണ് തോട്ടപ്പണിക്കാരൻ. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോ ഒരപ്പൻ ഇങ്ങനെ പയ്യെ നടക്കുകയാണ്, മുണ്ടൊക്കെ മടക്കി കുത്തി. ഉടനെ അപ്പൻ മകനോട് പറയാ, എടാ, ആ കടയിൽ താറാവ് കറി ഉണ്ടായിരുന്നു. ഞാനത് കേൾക്കുകയാണ് എൻ്റെ കാർ എടുക്കുന്ന നേരത്ത്. അവിടെ താറാവ് കറി ഉണ്ടായിരുന്നു. ഉടനെ അവൻ പറഞ്ഞറിയാവോ, 280 രൂപ പ്ലേറ്റിന്. ഇയാൾക്ക് വേറെ പണിയില്ലേ, കിട്ടിയത് തിന്നാ പോരെ. എടാ, ഇതിൻ്റെ അകത്ത് താറാവ് കറി ഉണ്ടായിരുന്നുടാ. ഇതൊരു കൊതിയോടെ ആ മനുഷ്യൻ പറഞ്ഞേ, 280 രൂപ പ്ലേറ്റിന്, കിട്ടിയത് തിന്നാ പോരെ, വാ വണ്ടി കയറ്. അപ്പനോട് കണക്ക് പറയുന്ന ജന്മങ്ങള്.
മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വചനം, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, ഭൂമിയുടെ ഉപ്പാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യത. ആരും വിളക്ക് കൊളുത്തി പറയുടെ കീഴി വെക്കാറില്ല, പീഠത്തിന്മേല വെക്കണേ. എന്തിനാ? ഇവിടെയുള്ള എല്ലാവർക്കും പ്രകാശം കാണാൻ. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികളുണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തി നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരു വീട്ടിലെ പ്രകാശം ആരാന്നറിയാവോ? അപ്പനാണ്. വീട്ടിലെ ഉപ്പാരാ? അമ്മയാണ്. രുചി പകരുന്ന, എല്ലാത്തിനെയും ചേർത്ത് വെക്കുന്ന, എല്ലാറ്റിന്റെ അവസാനം അത് ഉപ്പ് ചേർക്കണേ. ആ ഉപ്പാണ് ആ കറിക്ക് രുചി പകരുന്നേ, അത് അമ്മയാണ്. ഈ 2 ജന്മങ്ങളുടെ നീറിപ്പുകഞ്ഞ ജീവിതത്തിന്റെ അടയാളമാണ് ഈ ഇരിക്കുന്നതും നിൽക്കുന്ന ഞാനും ഇനി വരാൻ പോകുന്ന തലമുറയും. അതുപോലെ സഹിക്കുന്നവരുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞ എന്നറിയാവോ? കഞ്ഞി തിളയ്ക്കുമ്പോ ചാരം വാരി പാത്രത്തിലിട്ട മകളുണ്ട് അവിടെ. കഞ്ഞി തിളച്ച് വെന്തപ്പോ കൊടുക്കാൻ നേരത്ത് ചാരം വാരി പാത്രത്തിലിട്ട മകള് ഉണ്ട്. 2 പേരുടെ ഭാഗത്തും തെറ്റ് കാണാം. എങ്കിലും എന്തൊരു ക്രൂരമാണ്. കുറെ ദിവസങ്ങൾക്ക് ഈ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടില്ലേ, പരസ്യമായിട്ട് വീട്ടിൽ കിടക്കുന്നവരെ മർദ്ദിക്കുന്ന മക്കള്. എന്തൊരവസ്ഥയാണിത്! എല്ലാവരെയും ആദരിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാറ്റിൻ്റെയും പ്രകാശമായ ഒരപ്പൻ, ഒരമ്മ, അവരുടെ സുഹൃത സമ്പന്നമായ ജീവിതം. അവരോരോ ദിവസവും ഈ പള്ളി വരുന്നില്ല, ഈ ഇടിവെട്ടിലും മുണ്ട് മുറുക്കി കൊടുത്തി സാരി വലിച്ചു ചുറ്റി വെളുപ്പാങ്കാലത്ത് ഈ പള്ളിയുടെ അകത്ത് വന്ന് ബലിയർപ്പിക്കുന്ന ജീവിതങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നിങ്ങനെ ജീവിച്ചു പോകുന്നത്. എന്തോരവര് സഹിച്ചിട്ടുണ്ട്, എന്തോരവര് തിന്നാതിരുന്നിട്ടുണ്ട്, എന്തോരം ഈ മക്കൾക്ക് വേണ്ടി അവർ മുറിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള തലമുറകളൊന്നും അത് കാണും എന്ന് വിചാരിക്കരുത്, ഒന്നൊന്നും വിചാരിക്കരുത്. ഇനിയുള്ള തലമുറകൾക്ക് അതൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യമായി, അവരവരുടെ ലോകമായി, അവരവരുടെ ജീവിതമായി. കുറെ കഴിയുമ്പോൾ ഈ പ്രായമായവരൊക്കെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ മക്കളൊക്കെ ഒരു 60 എത്തുമ്പോൾ ഏജ്ഡ് ഹോം അന്വേഷിക്കുന്നേ. അഗതി മന്ദിരത്തിൽ ചേർക്കാൻ പറ്റുമോ? ഒരു പള്ളിയിൽ എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയും കൊച്ചച്ഛനായിരുന്നപ്പോൾ കുർബാന കൊടുക്കാൻ ചെന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരുന്നതിൻ്റെ തലേ വെള്ളിയാഴ്ച, ഇതൊരു ആദ്യ വെള്ളിയാണ്, ഞാൻ കുർബാന കൊണ്ട് ചെന്നപ്പോൾ 2 എണ്ണത്തെ എന്നും ചെല്ലുമ്പോൾ ബംഗ്ലാവ് കണക്കിയുള്ള വീടിൻ്റെ താഴത്തെ സെറ്റിയിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടാകും. അമ്മ വെള്ളത്തോർത്ത് മേത്തിട്ട്, അപ്പൻ ഇവിടെ ഒരു വെള്ളത്തോർത്തിട്ട് 2 കൈകൂപ്പിയിരിക്കും. കുർബാന കുമ്പസാരിച്ച് കുർബാന കൊടുക്കും. അന്ന് ഞാൻ കുർബാന കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച ഈ പള്ളിയിൽ നിന്ന് മാറുകയാണ്, അടുത്ത പ്രാവശ്യം പുതിയ കൊച്ചച്ഛനാണ് കുർബാന കൊണ്ടുവരുന്നത്. ഉടനെ ഈ അമ്മ എൻ്റെ കൈ പിടിച്ചു, 1 മിനിറ്റ് ഇരിക്കോ? ഞാൻ പറഞ്ഞു കുർബാനയുണ്ട്. ഞാൻ ആ കുർബാന ഇവിടെ മൂടി വെച്ചു. ഞാനവിടെ 1 മിനിറ്റ് ഇരുന്നു. എത്ര നാളായി കുർബാന കൊണ്ടുവരുന്നു, ഇന്ന് വരെ ഞങ്ങളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കുർബാന കൊണ്ട് പോകുമ്പോൾ പൊതുവേ സംസാരിക്കാറില്ല, അതുകൊണ്ടാണ്. പിന്നെ 1800 വീടുള്ള വീട്ടിൽ ഒരു വീട് സന്ദർശനം പോലും മുഴുവൻ നടത്തി തീർക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾ 2 പേരും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഒരു പെണ്ണ് അടുക്കളയിലുണ്ട്, അവളാണ് ഞങ്ങൾക്ക് തീറ്റ തരുന്നതും ചായ തരുന്നതും ഒക്കെ. എൻ്റെ മക്കള് 3 ആൺമക്കള്, ഒരുത്തൻ ഓസ്ട്രേലിയയിൽ, ഒരുത്തൻ UK, ഒരുത്തൻ ഇപ്പോൾ ദുബായിലുള്ളവൻ 3 മാസം കൂടി ഈ ഉമ്മറത്ത് വരും. എയർപോർട്ടിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരന്മാരെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തും. ഇല്ല, ഇരുത്തല്ല, കൊണ്ടുവരും. ഞങ്ങൾ ഈ താഴത്തെ മുറിയിലാണ്. അവൻ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകും. എന്നിട്ട് അവൻ പോകുന്നതിൻ്റെ തലേ ദിവസം വെള്ളമൊലിച്ച 3-4 ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് പറയും നാളെ പോകാണ്. വെള്ളമൊലിച്ച 3-4 ചോക്ലേറ്റ് കൊണ്ടുവന്ന് തന്നിട്ട് പറയും നാളെ പോകാണ്, പിന്നെ കാണാം. വന്നന്ന് മുതൽ ഇതിൻ്റെ മുകളിൽ വെള്ളം കുടിയും തീറ്റയും ബഹളമാണ്. ഞാൻ പറഞ്ഞു ഇതിയാനോട് മിണ്ടരുത്, ഞങ്ങളീ താഴെയുണ്ട്, ജീവനോട് താഴെയുണ്ട്. അങ്ങനെ മുറിഞ്ഞ് ജീവിക്കുന്ന എത്രയോ ജന്മങ്ങള്. അങ്ങനെയൊക്കെ ഉള്ളവരുടെ കണ്ണീര് നിറഞ്ഞ പ്രാർത്ഥനയാണ് ഒരു പക്ഷെ ഞാൻ പറയും സഭയെ പോലും ഇന്ന് നിലനിന്ന് പോകുന്നത് നിങ്ങളുടെ ചങ്കുരുകിയുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. എന്നും പെരിയിൽ നിങ്ങൾ ഇങ്ങനെ അറുത്തുമുറിച്ച് വേദനകളെ അർപ്പിച്ച് നിങ്ങൾ പോകുന്ന പ്രാർത്ഥന ഒരു പക്ഷേ അത്തെ തലമുറയ്ക്ക് അത് കിട്ടിയെന്ന് വരില്ല. ഇനിയുള്ളവരൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്താണ്. എനിക്ക് എന്റെ സ്വാതന്ത്ര്യം, നീ ആരാ ചോദിക്കാൻ?
നമ്മുടെയൊക്കെ ദാമ്പത്യ ബന്ധങ്ങളുടെ പവിത്രത. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, 25 50 ആഘോഷിക്കണ അപ്പനും അമ്മേനെയും പള്ളിയിൽ ഈ പൊന്നാടി അണിയിക്കില്ലേ, വെറുതെയാണ്. ഏതെങ്കിലും ഒരു 4 രൂപ കൂടുണ്ടെങ്കിൽ 10 മിനിറ്റ് അതിൻ്റെ അകത്ത് കയറ്റിയിരുത്തി ധൂപിക്കണം. ഈ 50 25 ആഘോഷിക്കണം അപ്പനും അമ്മേനെ 4 രൂപ കൂട് ആ ദിവസം എഴുന്നള്ളിച്ച് വെക്കണം മുറ്റത്ത്. അതിൽ കയറ്റി 10 മിനിറ്റ് ഇരുത്തി ധൂപിക്കണം. ഈ 25 50 വർഷം ഇതേവരെ ജീവിച്ചില്ലേ? എന്തൊരു പാടാ ജീവിക്കാണെന്നറിയാവോ? ഈ പിള്ളേരുടെയൊക്കെ വിചാരം പ്രണയിക്കണം, സേവ് ദ ഡേറ്റ്, വെള്ളത്തിലൂടെ ഓടണം, വിമാനത്തിലൂടെ പറക്കണം. എന്തൊക്കെ കൊതിയിലാ പിള്ളേര് ജീവിക്കണേ. എന്തോ ഒരു സന്തോഷം ഇങ്ങനെ ബൈക്കുമ്മ കയറി. ഇന്ന് രാവിലെ ഞാൻ കോട്ടയത്ത് പോയപ്പോൾ കണ്ടു ഒരു പറക്കാനിരിക്കണ ഒരുത്തൻ്റെ പുറത്ത്. അങ്ങനത്തെ ഒരു ബൈക്ക് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഇരിക്കണേ അവള്. അവനാണെങ്കിൽ കിടന്ന് വണ്ടി ഓടിക്കുന്നു. പിള്ളേരൊക്കെ ഇപ്പൊ മാറി. കുടുംബത്തിന്റെ അർത്ഥവും കുടുംബത്തിന്റെ വേദനയും കുടുംബത്തിന്റെ ചില കാര്യം അതൊക്കെ പോയി. കുടുംബം എന്നൊക്കെ ഇപ്പൊ പറയാം, കുറെയൊക്കെ വാക്കുകൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ മെനഞ്ഞു വെക്കാം. പക്ഷേ യഥാർത്ഥമായ കുടുംബത്തിന്റെ പരിശുദ്ധി, വിവാഹ ജീവിതത്തിന്റെ പവിത്രത പോയിക്കൊണ്ടിരിക്കുന്നു. പോയി എന്ന് പറയാൻ പറ്റില്ല, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ചതിക്കല്. പോയിക്കൊണ്ടിരിക്കുന്നു, ഇത് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ റിന്യൂവൽ സെന്ററിൽ, ഞങ്ങളുടെ രൂപതയുടെ പാസ്റ്റർ സെന്ററിൽ 1 വർഷം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ പെട്ടി ചുമക്കണ കാണാം. എന്തിനാ കോഴ്സ് കൂടാൻ വന്നത്. അവൾ ഇങ്ങനെ ഹീലുള്ള ചെരുപ്പിട്ട് കുലുങ്ങി ആ കല്ല് വിരിച്ച വഴിയിലൂടെ വരുമ്പോ പൊട്ടനായ ചെക്കൻ അവളുടെ കൂടി പെട്ടി ചുമന്നുകൊണ്ട് വന്ന കാണാം. എന്തൊരു സ്നേഹമാണെന്നറിയാവോ. അങ്ങനെ വന്ന് ആ ഊട്ടുമുറിയിൽ നിന്ന് ചായ എടുത്ത് കുടിച്ച്, അത് 1 ഗ്ലാസ് എടുക്കുള്ളൂ, പകുതി അവൾക്ക് പകുതി ഇവന്. അതും കഴിഞ്ഞ് കോഴ്സ് കൂടാൻ ക്ലാസ്സിൽ കയറി. ഇന്റർവെല്ലിന്റെ സമയത്ത് നാഗാലാൻഡിലെ പിള്ളേർ ഒച്ചിനെ തിന്നാൻ ഓടണ പോലെ, നാഗാലാൻഡിലെ പിള്ളേർ ഇന്റർവെല്ലിന്റെ സമയത്ത് ഒച്ചിനെ വാഴയുടെ നിന്ന് വലിച്ചു പറിച്ച് തിന്നും. അതാണ് അവരുടെ ഇന്റർവെല്ലിലെ ഭക്ഷണം. അത് നാഗാലാൻഡിലെ പിള്ളേരാ. അവരത് തിന്നാൻ ഓടണ പോലെ ഹൂ എന്ന് പറഞ്ഞ് ഊർന്നിറങ്ങണ കാണാം സ്റ്റെപ്പിൽ കൂടെ. എന്നിട്ട് ഈ റിന്യൂവൽ സെന്ററിൽ കുറെ ചട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡയറക്ടർ അച്ഛൻ ഇങ്ങനെ പാരപ്പറ്റ് പണിതിട്ടുണ്ട്. അതിൽ നമുക്ക് ഇരിക്കുക, ഇപ്പുറത്തൊരു ചട്ടി, വീണ്ടും ഇരിക്കുക, അടുത്ത ചട്ടി. ഈ അച്ഛന്മാർ താമസിക്കുന്നത് താഴത്തെ നിരയിലാണ്. ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് മാറ്റം ചോദിച്ചു. ഈ പ്രണയം കേട്ട് എനിക്ക് തന്നെ കല്യാണം കഴിക്കാനുള്ള പ്രലോഭനായി. എന്തൊരു പ്രണയമാണ്, എന്തൊരു പ്രണയം, എന്തൊരു സ്നേഹം, എന്തൊരു പങ്കുവെക്കല്. 3 ദിവസമുള്ളൂ, അത് കഴിഞ്ഞ് അങ്ങ് പോയി. പിന്നെ ഒരു 6-7 മാസം കഴിയുമ്പോൾ ഒറ്റയ്ക്ക് വരുന്നു. ഇവിടെ ഏതാ പ്രായമുള്ളത്? വെറുതെ ഒന്ന് കാണാൻ, ഒഴിവാക്കാനുള്ള വഴികളൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് കരുതിയ. ഒരു 10 മാസം പോലും ഇപ്പൊ ജീവിക്കാൻ പറ്റാത്തതിന്റെ അസ്വസ്ഥതകളുണ്ട്. നിങ്ങൾ കാണുന്ന ചിലപ്പോൾ ഈ നാട്ടിലോ ഈ ഇടവകയിലോ ഉണ്ടാവില്ലായിരിക്കും. എന്തോരു അസ്വസ്ഥമാണെന്നറിയോ ചില ബന്ധങ്ങൾ. കല്യാണം കഴിഞ്ഞ് 2-3 ആഴ്ച ആൽബം പുറത്തിറങ്ങുന്നതിന് മുമ്പേ പോകുന്നുണ്ട്. എനിക്കൊക്കെ പേടിയാ താലി എടുത്ത് കൊടുക്കുമ്പോൾ. ഓരോ അച്ഛന്മാർക്കും ഓരോ കൃപയാണല്ലോ. ചില അച്ഛന്മാർ തൈലം പൂശി അപ്പം പോരും, ചിലർ ഓരോന്ന്. നമ്മുടെ കർത്താവ് വിശ്വസിച്ച് അനുഗ്രഹിച്ച് എൻ്റെ എന്തോ ഒരു കൃപയാ. കെട്ടിയതൊക്കെ അധികകാലം നിൽക്കണില്ല. താലി എടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. അപ്പം അതുകൊണ്ട് താലി എടുക്കാൻ നേരത്ത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കും, നിങ്ങൾ കൊടുത്തോ, ഞാൻ കൈകൂപ്പി നിൽക്കാം. എന്തൊരു പാടാ, എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാവോ. പിള്ളേര് ന്യൂ ജനറേഷൻ ട്രെൻഡ്. ഇന്നാളൊരു പെൺകുട്ടിയുടെ പ്രശ്നം തീർക്കാൻ കൊണ്ടുവന്നു. ഞാൻ തന്നെ കെട്ടിച്ചതാണ്. ഞാൻ സ്ഥലം മാറിപ്പോരുന്നതിന് മുമ്പ് തന്നെ അത് തീർക്കണമെന്ന് അവൻ വന്ന് പറഞ്ഞു. രാവിലെ വന്ന് 8 മണിക്ക് അവിടെ ഇരുന്നു. അവനും വന്നിരുന്നു. രണ്ടും കൂടെ പൊരിഞ്ഞടി. അടി എന്ന് പറഞ്ഞ നടുക്കിരുന്ന് ഇങ്ങനെ കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവള് പറഞ്ഞ എനിക്ക് എന്റെ സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ 11 മണി വരെ ഫേസ്ബുക്ക് നോക്കും. അത് ചോദിക്കാൻ ഇവനാരാ? അവനാരാ? എനിക്കൊന്നും അവൻ പറയുന്നു എന്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാൻ ഇവളാരാ? ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യമാണ്. മക്കൾക്ക് അവരുടെ ലൈഫ് സ്റ്റൈലുകൾ മാറ്റം സംഭവിച്ചു. എന്നാൽ പവിത്രമായി ജീവിക്കുന്ന പിള്ളേരുണ്ട്, സുന്ദരമായി ജീവിക്കുന്ന ദാമ്പത്യ ജീവിതമുള്ളവരുണ്ട്. അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പരസ്പരം പങ്കുവെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞില്ലേ 2016 കുടുംബങ്ങൾക്കുള്ള സിനഡിൽ 3 കാര്യങ്ങൾ പാപ്പ പറഞ്ഞു. 1, കുടുംബത്തെ താങ്ങി നിർത്തുന്ന 3 തൂണുകള്. 1, ദൈവൈക്യം. 2, പരസ്പര വിശ്വസ്തത. 3, വിട്ടുവീഴ്ച. ഒന്നാമത്തേത് ദൈവൈക്യം.
അതിന്റെ അർത്ഥം ആ വാക്കിൽ തന്നെ നിങ്ങൾക്കറിയാം. എന്നും ദൈവത്തോട് ബന്ധമുണ്ടാകണം, എന്നൊരു പ്രാർത്ഥന ഉണ്ടാകണം. വെറുതെ പ്രാർത്ഥിച്ചാ പോരാ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങളുടെ മക്കൾക്ക് ഈ ഇരിക്കണം നിങ്ങൾക്ക് വേണ്ടി, ഈ കെട്ടി ഈ കൊച്ചായ ഇതുപോലത്തെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ച് അവരുടെ കിടപ്പുമുറിയിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? പ്രശ്നം തീർക്കാൻ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തും, നടുക്കിരുത്തും കൊച്ചിനെ. ഇവിടെ അമ്മ, ഇവിടെ അപ്പൻ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഉടനെ അയാൾ പറയും, അവൾ എല്ലാ ചൊവ്വാഴ്ചയും തിരികെത്തിക്കും, എല്ലാ വ്യാഴാഴ്ചയും നൊവേനയിലും. അതല്ലല്ലോ ഞാൻ ചോദിച്ചത്, അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഈ കൊച്ചിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? അതിൽ വലിയൊരു സത്യമുണ്ട്. ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടി അവൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ കൊച്ചിൽ അത്ഭുതം കാണും. അതാണല്ലോ ചാവറയച്ചൻ പറഞ്ഞ സർവേശ തമ്പുരാൻ സൂക്ഷിപ്പാനായി കയ്യിൽ തന്ന നിധിയാണ് ഈ മക്കള്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ ഇവര്. കുറ്റം പറയുന്നതല്ല മക്കളെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുട്ടികളുടെ ചിന്താരീതികൾ. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം കോവിഡിന്റെ ഏതാണ്ട് താന്ന സമയത്ത് ഞാനും പങ്കെടുത്തു. 11 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ, 11 വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതസംസ്കാര ശുശ്രൂഷ. എന്താ കാരണം എന്നറിയാവോ? പാടത്തുനിന്ന് കയറി വന്ന അപ്പൻ. ഞാനിത് പറയുമ്പോൾ ആർക്കും ഒരു വേദന തോന്നരുത്. ഞാൻ എന്തെങ്കിലും പറയുന്നത് ആരെങ്കിലും ബുദ്ധിമുട്ടാണ് കൈപൊക്കിയാൽ മതി, ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കും. പാടത്തുനിന്ന് കയറി വന്ന അപ്പൻ മൊബൈൽ കുത്തിയിട്ടു. ഉടനെ ഓടി വന്നവൾ അതുമ്മ പിടിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു, ചാർജില്ല, നീ അതവിടെ വെക്കി, പിന്നെ കളിക്കാൻ ഗെയിം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും ആ മൊബൈൽ പിടിച്ചു വലിച്ചു. അപ്പനൊരടി പുറത്തു കൊടുത്തു. അപ്പന് തല്ലാനുള്ള അവകാശമില്ലേ? അപ്പനൊരടി കൊടുത്തു. അവൾ കരഞ്ഞുകൊണ്ട്, ഒരാൾക്കും എന്നോട് സ്നേഹമില്ല, എല്ലാവരും ഇങ്ങനെയാ എന്നോട്, എനിക്ക് മാത്രം ഒരു സ്നേഹവും ഒന്നും തരില്ല. വെറുതെ അങ്ങോട്ട് വെറുതെ അവളുടെ വായയിലെ ഭാഷയിൽ അവൾ പറഞ്ഞു. അവൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ഇളയ കൊച്ചു അവളവിടെ കളിച്ചു. ഉച്ചയൂണ് കാലായപ്പോൾ അപ്പം പറഞ്ഞു, ചേച്ചീനെ വിളിച്ചു കൊണ്ടുപോവാ മോളെ, ദേ അവള് പിണങ്ങിപ്പോയേക്കണ മുകളിലേക്ക്, നീ പോയി അവളോട് വരാൻ പറ, ചോറ് തിന്നാൻ നമുക്ക് ഒരുമിച്ച്. അവള് മുകളിലേക്ക് ചെന്നു. വാതിലില് കൊച്ചു പടപട അടിക്കുന്നു. ചേച്ചി വാതിൽ തുറക്ക്. അനങ്ങണില്ല. അപ്പച്ച ചേച്ചി വാതിൽ തുറക്കണില്ല. എടി പെണ്ണെ, നീ പിണക്കം മാറ്റി താഴേക്ക് വാ. നിന്നടിക്കുക വാതിലില്. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറി. ഇയാള് കയറി ചെന്നു, ജനലിൽ അടിക്കുന്നു. കൊച്ചു വാതിൽ തുറക്കണില്ല. ആദ്യ ഉള്ളിൽ കയറി എല്ലാം കൂടി ചവിട്ടി പൊളിച്ചപ്പോ ജനലിൽ അവള് തൂങ്ങിക്കിടക്കുകയാണ്. 11 വയസ്സേ ഉള്ള കൊച്ചിന് എന്തായിരുന്നു കാരണം? മൊബൈൽ കൊടുത്തില്ല, അപ്പനൊരടി കൊടുത്തു. അപ്പന് തല്ലാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടം. അമ്മയ്ക്ക് കൊച്ചിനെ ഒന്ന് വഴക്ക് പറയാൻ പോലും പറ്റാത്ത കാലഘട്ടം. എന്ന് വെച്ച് എല്ലാ ദിവസവും നിങ്ങളെ വഴക്ക് പറയണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ എല്ലാവരെയും വളർത്തിയത് ഓർക്കുന്നുണ്ടോ? അതുപോലെ ഇതുങ്ങളെ വളർത്തണമെന്ന് ഞാൻ പറയുന്നില്ല. അതൊരിച്ചിരും കൂടി കർക്കശത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു. കുറച്ചും കൂടിയൊക്കെ ബന്ധം കൊടുക്കാം, സ്വാതന്ത്ര്യം കൊടുക്കാം. പക്ഷേ ഏറ്റവും ലളിതമായ ഭാഷ പറയില്ലേ, പുല്ല് തിന്നാൻ വിട്ട പശുവിൻ്റെ കയറിൻ്റെ അറ്റം കയറുണ്ടാകണം. അതാ ചാവറയച്ചൻ പറഞ്ഞേ. ഈ കൊച്ചുങ്ങളെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയിൽ എന്നെ വെച്ചു. ആ നാട്ടിൽ തിരോധാന കമ്മിറ്റി കാണാനില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജൂൺ മാസം ഒരനക്കവും ഇല്ല. ജൂലൈ ആയി വന്നില്ല, ഓഗസ്റ്റ് ആയി ഇല്ല, സെപ്റ്റംബർ ആയി ഇല്ല. 2020 സംഭവിച്ചതാണ്. ഒരു രക്ഷയില്ല. കമ്മിറ്റി രൂപീകരിച്ചു. തിരോധാനം തിരിച്ചു കിട്ടണം. എവിടെയോ എന്തോ പറ്റിയിട്ടുണ്ട്, എവിടെന്നോ നഷ്ടപ്പെട്ടു. ആരൊക്കെയോ സമീപിച്ചു, കേസ് കൊടുത്തു, ഫയൽ ചെയ്തു, പല കാര്യങ്ങളായി, പല രീതിക്ക് പോയി. അവസാനം ഒക്ടോബർ അവസാനം വന്നപ്പോൾ കോട്ടയത്ത് ഒരു ബോഡി കണ്ടു. ഒരു കാടിൻ്റെ അകത്ത് അസ്ഥിക്കൂടങ്ങൾ. DNA പരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചു വന്നപ്പോൾ അറിഞ്ഞു അത് ഇന്ന ആളുടെ ബോഡിയാണ്. വീട്ടുകാർ പറഞ്ഞു, അല്ല, ഞങ്ങളത് അംഗീകരിക്കില്ല. അംഗീകരിക്കണ്ട, പക്ഷെ ഇന്നാളുടെ ബോഡിയാണ്. വീണ്ടും കേസ് മുന്നോട്ട് പോകുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്രൈംബ്രാഞ്ചിൻ്റെ CI പള്ളി വന്നു. വേറൊരു കാര്യമായിട്ട്, ഞാൻ അറിയുന്നൊരു നല്ല മനുഷ്യനാണ്, ഒരു ഹൈന്ദവനാണ് CI. എൻ്റെ അടുത്ത് വന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ക്രിസ്മസിൻ്റെ വിഷിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാറാണ് പുതിയ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്, അതെവിടം വരായി? അച്ഛൻ്റെ പേര് ഞാൻ അതിൻ്റെ അകത്ത് കണ്ടല്ലോ കമ്മിറ്റിയിൽ, ഇനി അതിനെക്കുറിച്ച് ഒരുപാട് ഉത്സാഹത്തോടെ കമ്മിറ്റിയിൽ പോകണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നുവരെ പോയിട്ടില്ല, ഇനി പോകുകയില്ല.
അച്ഛാ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേസിന്റെ പോക്ക്. വളരെ ആത്മാർത്ഥമായിട്ട് അയാൾ പറഞ്ഞൊരു കേസ് പുറത്തേക്ക് വരാൻ പോണുള്ളൂ. അത് പയ്യെ പയ്യെ പ്രോസസ്സിംഗ് ആണ്. ഡിഗ്രി പഠിക്കുന്ന ഈ കുട്ടി കിറുക്കിട്ട് കുത്തിയാൽ പോലും മിണ്ടില്ല, ഒരാളോടും സംസാരിക്കില്ല, എല്ലാ ദിവസവും ക്ലാസ്സിൽ പോവും, സമയത്ത് തിരിച്ചു വരും, 9:30 മണിക്ക് അവൻ കിടക്കും. എന്നാൽ 1 മണിക്ക് അവൻ എഴുന്നേക്കും. അതാരും അറിയില്ല. ഓൺലൈനിലൂടെ ഡ്രഗ്സ്, മയക്കുമരുന്നിന്റെ കച്ചവടമായിരുന്നു വെളുപ്പിന് 3 മണി വരെ. 1 മണിക്ക് കൊച്ചു കിടക്കും, അല്ല 9:30 കൊച്ചു കിടക്കും, 1 മണിക്ക് എഴുന്നേക്കും. കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചറിയാം. നമ്മുടെ മക്കള്, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വിദ്യാലയത്തിൽ ക്ലാസ് എടുക്കാൻ കൊണ്ടുപോയി. സിസ്റ്റർ അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്നെ വിളിച്ചതാ. +2കാരോട് അച്ഛൻ സംസാരിക്കണം, അക്കാഡമിക് ഇയർ തുടങ്ങാൻ പോകുന്നു, അവരോട് അച്ഛൻ സംസാരിക്കണം. ഞാൻ ചെന്നപ്പോൾ 76 പിള്ളേർ ഓഡിറ്റോറിയത്തിനകത്ത് ഇരിപ്പുണ്ട്. നല്ല ചിമിട്ടം പിള്ളേര്, പല മതത്തിലെ കുട്ടികൾ ഇരിപ്പുണ്ട്. ക്രിസ്തീയ മതം മാത്രമൊന്നും, എല്ലാ മതത്തിലെ കുട്ടികൾ വിദ്യാലയത്തിലുണ്ട്. വളരെ പ്രശ്നസങ്കീർണമായ 2-3 പ്രശ്നങ്ങൾ വിദ്യാലയത്തെ വലയം ചെയ്തു. ക്ലാസിൻ്റെ ഇൻ്റർവെല്ലിന് ചായ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാനതെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് PT അധ്യാപകൻ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അച്ഛാ, ഇന്നലെ അച്ഛൻ്റെ കൂടെ ഇരിപ്പുണ്ട് 76-ൽ ഒരെണ്ണം. ഈ അച്ഛമ്മനോട് പറഞ്ഞതെന്നറിയാവോ? ഫോൺ പിടിച്ചപ്പോൾ, ആപ്പിളിൻ്റെ ഫോണാണ് വിദ്യാലയത്തിൽ കൊണ്ടുവന്നത്, ആപ്പിളിൻ്റെ ഫോൺ വിദ്യാലയത്തിൽ കൊണ്ടുവന്നിട്ട് സിസ്റ്റർ അത് പിടിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് പല ഇഷ്യൂസും വന്നപ്പോൾ സിസ്റ്ററോട് പറഞ്ഞു, എൻ്റെ ഫോൺ എടുക്കാം, പ്രൈവറ്റ് ഫോട്ടോസ് കൈതൊട്ട അത് ഞാൻ വെട്ടും. ഒരു +2 വിദ്യാർത്ഥി അച്ഛമ്മനോട് പറഞ്ഞതാ, പ്രൈവറ്റ് ഫോട്ടോസിൽ കൈതൊട്ട കൈ ഞാൻ വെട്ടും. ഒരു അധ്യാപകനോട് ഒരു +2 വിദ്യാർത്ഥിയുടെ പ്രതികരണമാണ്. എൻ്റെ പള്ളിയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ അധ്യാപകരെ, ഒരു സാറിനെ വിളിക്കാൻ, ഞങ്ങൾ 2 അച്ഛന്മാർ കാറിലുണ്ട്. ഞാൻ കാർ ഓടിക്കുന്നു, വേറെ ഒരു പാട്ടുകാരൻ അച്ഛൻ, അതിഗംഭീര പാട്ടുകാരൻ അച്ഛൻ എൻ്റെ കാറിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ എൻ്റെ പള്ളിയിലെ പിള്ളേരുടെ മാതാപിതാക്കൾക്ക് ഒരു ക്ലാസ് വേണം, ആരെ കിട്ടും? അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സാറ് അതിന് വിളിക്കുന്നതിന് മുമ്പ് അച്ഛൻ പറയാണ്, അച്ഛൻ സിറ്റിയിലൊരു വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛാ, നമ്മൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ, ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് വിദ്യാലയത്തിൽ ഇരിക്കും അറിയോ കേസ്. കഴിഞ്ഞ ദിവസം +1 പഠിക്കുന്ന പെൺകുട്ടി +2 പഠിക്കുന്ന ഒരു ചെറുക്കൻ്റെ കൂടെ 2 ദിവസം ഫ്ലാറ്റിൽ പോയി താമസിച്ചു എന്ന്. എന്തൊരു ചങ്കുറ്റം! എറണാകുളത്ത്, കൊച്ചിയില് അവൻ്റെ അപ്പൻ ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്. വെക്കേഷൻ വരുമ്പോൾ +1 പഠിക്കുന്ന പെൺകുട്ടി +2 പഠിക്കുന്ന ചെറുക്കൻ്റെ കൂടെ 2 ദിവസം ഫ്ലാറ്റിൽ പോയി താമസിച്ചു. ആരും അറിഞ്ഞില്ല, അവസാനം പിടിക്കപ്പെട്ടത്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊന്നും അങ്ങനത്തെ ഒരു ചിന്തയുള്ളവരാണെന്നോ അത്തരക്കാരാണോ ഞാൻ പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ക്രൂശിക്കരുത്. 1 അല്ല 1000. വീണ്ടും 2 ആഴ്ച മുമ്പ് ഒരു കൊച്ചിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു പള്ളിയിൽ. SSLC പരീക്ഷയ്ക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ സുന്ദരമായ മാർക്ക്. സെക്കൻഡ് സെമസ്റ്ററിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നപ്പോൾ കുത്തനെ ഇടിഞ്ഞു മാർക്ക്. വീട്ടിലിപ്പോൾ സംസാരമില്ല, പൊട്ടിച്ചിരിയില്ല. അവൻ നന്നായിട്ട് ചിരിക്കുന്നവനായിരുന്നു. എന്തൊരു തീഷ്ണതയിലായിരുന്നു കുരിശ് വരയ്ക്കിരുന്നത്. ഒരനക്കവുമില്ല, ഒരു മൗനിയെപ്പോലെ. വീട്ടിൽ വന്ന ബാഗ് അവിടെ വെക്കും, മുറിയിലിരിക്കും, എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നു, ചിന്ത മാത്രം. അങ്ങനെ കൊണ്ടുവന്ന് അവനെ അവിടെ ഇരുത്തി. കുറേ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അവനിങ്ങനെ താടിയാട്ടുന്നല്ലാതെ ഒന്നുമില്ല. അമ്മയോട് കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക്, ഞാൻ വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കാം. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് മുന്നോട്ട് പോയപ്പോൾ അവൻ പറഞ്ഞു, കൂട്ടുകാരെനിക്കൊരു മരുന്ന് തന്നായിരുന്നു, ഇപ്പം എല്ലാ ആഴ്ചയും എനിക്ക് ആ മരുന്ന് കിട്ടുന്നുണ്ട്. കൂട്ടുകാരെനിക്കൊരു മരുന്ന് തന്നായിരുന്നു, ഇപ്പം എല്ലാ ആഴ്ചയും എനിക്ക് ആ മരുന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം അത് കിട്ടാത്തപ്പോഴാണ് എനിക്ക് എന്തൊരു അസ്വസ്ഥത. ആ മരുന്ന് എന്താണെന്ന് എൻ്റെ മക്കൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ കണ്ട ലോകവും ഇവർ കാണുന്ന ലോകവും 100ൽ 10 മടങ്ങ്. ഞാൻ എൻ്റെ പരീക്ഷയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ അവതരിപ്പിച്ചൊരു വിഷയത്തിൽ ഒരു കാര്യമുണ്ട്. അത് എറണാകുളം, പ്രത്യേകിച്ച് ഒരു മെട്രോപൊളിറ്റൻ സിറ്റി, ഇരിഞ്ഞാലക്കുടയിലൊന്നും അത് വലിയ വൈകാതെ വന്ന കാര്യമൊന്നും, വൈകാതെ വരും. അത് സിറ്റികളിൽ വരുന്നുണ്ട്. എന്താണെന്നറിയോ? ലിവിങ് ടുഗദർ. എന്താ, ഒരു സർവേ നടത്തി. സർവേയുടെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ 83% കുട്ടികൾ പറയുന്നു ലിവിങ് ടുഗദർ നല്ലതാണെന്ന്. എന്താണെന്ന് വെച്ചുകൊണ്ട് പ്രായവർക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി തരാം. കല്യാണത്തിന് മുമ്പ് 2 പേര് കല്യാണം കഴിച്ച പോലെ തന്നെ ഒരുമിച്ച് ജീവിക്കുന്നു, ലിവിങ് ടുഗദർ. അതിപ്പോ സാധാരണയായി. യൂറോപ്പിലായിരുന്നു പണ്ടത്. യൂറോപ്പുകാരത് കളഞ്ഞപ്പോൾ കേരളം 2 കൈയോടെ സ്വീകരിച്ചു. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എടുത്തോളാം, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സ്വീകരിച്ചോളാം.
ഇവരുടെ ചലനം, ഇവരുടെ വീട്ടിലെ പെരുമാറ്റം, ഇവരുടെ മുഖത്തിന്റെ വാട്ടം അതറിയാൻ നിങ്ങൾക്ക് പറ്റണം. അതറിയാൻ പറ്റുന്ന ഒരു ബന്ധം നിങ്ങൾ തമ്മിലും. ഇതുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഓരോ കൊച്ചിനു വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. ഇതുങ്ങളെ കുറ്റം പറയരുത്. ദൈവം ഒരുപാട് കൃപയും കഴിവും കൊണ്ട് അലങ്കരിച്ച പിള്ളേരത്. ഇതുങ്ങളൊക്കെ വളർന്നു വരുമ്പോ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തേക്ക് നിങ്ങൾ വരുന്നേ. എന്നാൽ അത്രത്തോളം എത്താൻ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് പരസ്പര വിശ്വസ്തത. അതുപോലും ഇപ്പൊ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ. വെള്ളം കുടിക്കുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് കണക്കെ യൂസ് ആൻഡ് ത്രോ. ഉപയോഗിക്കുക, കളയുക. ആരെ കിട്ടിയാലും കുഴപ്പമില്ല. ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഈ കാർന്നോമാർക്ക് തന്നെ ഒരു സൂക്കേട് തുടങ്ങിയിട്ടുണ്ട്. എവിടെന്നെങ്കിലും വിളിച്ചു കൊണ്ടുവാ, പെണ്ണായാ മതി. ശ്രീനാരായണ ഗുരുവിന്റെ ആപ്തവാക്യമാണ്, മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതി. പ്രായം കഴിഞ്ഞു, എന്റെടാ എവിടെന്നെങ്കിലും വിളിച്ചു കൊണ്ടുവാ, ഏത് ജാതിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്കൊരു പെണ്ണ് മതി. ഇനി അത് വന്ന് അതിൻ്റെ ഒരു അവസ്ഥ, അത് കടന്നു പോകുന്ന വഴികള് എന്താ അങ്ങനെ പറഞ്ഞു കൊടുത്ത്. +1 പഠിക്കുന്ന പെൺകുട്ടി വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാന്ന് ഓർക്കണേ. 2-3 ആഴ്ച മുമ്പ് വിദ്യാലയത്തിൽ നിന്ന് പോയി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ കയറി യൂണിഫോം മാറി നല്ല ഡ്രസ്സ് ഇട്ട് ചെറുക്കൻ്റെ കൂടെ കറങ്ങാൻ പോയി. +1 കറങ്ങാൻ പോയി തിരിച്ചു വൈദ്യരെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞെന്നറിയാവോ, ഇനി ഇവൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹം. ടെസ്റ്റ് പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെ പോകുന്ന ഒരുപാട്. ഓൺലൈനിലൂടെ ആയതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും അധികം പറയാൻ പറ്റില്ല. കാരണം ഞാനൊക്കെ ചിലപ്പോൾ ക്രൂശിക്കപ്പെടാം. ഇത് പുറത്തേക്കൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെയൊക്കെ മക്കള് വളരെ സൂക്ഷിക്കണം, അത്രയേറെ കരുതലോടെ. അതാണ് നല്ലയപ്പൻ്റെ ചാവരുള്ളിൽ മരിക്കുന്നതിന് മുമ്പ് ചാവറയച്ചൻ അപ്പൻ്റെ ചാവരുളായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാവോ? പ്രത്യേകിച്ച് പെൺമക്കളെ വളർത്തുന്നതിന് ക്ഷമിക്കണമേ. ബന്ധുവീട്ടിൽ പെൺകുട്ടികളെ മാറ്റി പാർപ്പിക്കുകയോ ദിവസങ്ങളോളം താമസിക്കാൻ അനുവദിക്കുകയോ ചെയ്യരുത്. ഇനി ബാക്കി നിങ്ങൾ ആലോചിച്ചെടുത്താൽ മതി. കാര്യങ്ങളൊക്കെ എല്ലായിടത്തും അങ്ങനെയൊന്നല്ല, തെറ്റിരിക്കുക. അതാ ഞാൻ പറയാം, ഒന്നിനെയും ദുർവ്യാഖ്യാനം ചെയ്യരുത്. എല്ലാം ഈ ലോകത്തുണ്ട്. ഇപ്പൊ ഭയങ്കര കണ്ണുകൾ സൂക്ഷ്മമാണ്. പെൺകുട്ടികൾ പോലും പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കണേ. എറണാകുളത്തൊക്കെ ഉണ്ട്. നാളെ ഞാനും ഇടയ്ക്ക് പടത്തിനൊക്കെ പോയിട്ടുണ്ട്. പടം കണ്ട് തിരിച്ചു വന്നപ്പോൾ ചായ കുടിക്കുന്ന കടയുടെ വാതൊക്കെ നല്ല 2-3 പെൺപിള്ളേർ നിന്ന് നന്നായിട്ട് സിഗരറ്റ് വലിക്കുന്നു. കാണുമ്പോൾ രസമാണ്, ഒരാളും ചോദിക്കാനില്ല. കുറച്ചുകൂടി നമ്മുടെ മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള കരുതല്, ജീവിതം അതൊന്നേ ഉള്ളൂ. അതിന് വലിയ പ്രത്യേകതയുണ്ട്. കെട്ടാൻ പോകുന്നവരുടെ ഓർമ്മയ്ക്ക് ആദ്യ നാളുകളിൽ എന്തൊരു സന്തോഷമാണെന്നറിയാവോ. കുറച്ചുകൂടി കഴിയട്ടെ, ജീവിക്കാൻ തുടങ്ങട്ടെ, അപ്പോഴാണ് നമുക്ക് ഈ നുറുങ്ങുന്ന വേദന വരുന്നത്. അതിനെങ്ങനെയാ? കെട്ടിവിടുമ്പോ തന്നെ തള്ള പറഞ്ഞു വിടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇങ്ങോട്ട് പോരെ, അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നത് സകലതും ഊറ്റിയിട്ടേ പോരാവൂ. തള്ള പറഞ്ഞു കൊടുത്തു വിടുന്നതാ നല്ല ഉപദേശം. ഇവിടെ മമ്മി പട്ടി മുഴുവൻ ഫ്രീയാ, ധൈര്യമായിട്ട് മോള് പോരെ. അവിടെ തീർക്കണമെന്നല്ല പറഞ്ഞത്, നീ നിന്റെ ഭർത്താവിനെയും അവിടത്തെ അമ്മയെയും അനുസരിക്കണം, വിധേയപ്പെടണം എന്നല്ല പറഞ്ഞത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിട്ടുകൊടുക്കരുത്. കൊണ്ടുവരാവുന്നതൊക്കെ സകലത് എടുത്തുകൊണ്ട് വേണം വരാൻ. മമ്മി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഒരു പാവം പയ്യൻ ദുബായിൽ നിന്നാൾ വന്നിട്ട് അവൻ പറയാം, അവന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവനൊരു പാവം പയ്യനാ. 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് അവൻ പറയാം, ആ കൊച്ചിനെ ആ സ്ത്രീ ഒന്ന് കാണിച്ചാൽ മതിയായിരുന്നു, എന്റെ കൊച്ചാണത്. വീടിന്റെ ഉമ്മറത്ത് ചെല്ലുമ്പോഴേ തെറി തുടങ്ങും, എന്തൊരു ബഹളം. അവൾക്ക് എൻ്റെ കൂടെ പോരണമെന്ന് പോലും ആഗ്രഹമുണ്ട്, വിട്ടു തന്നെയില്ല ചാ. അങ്ങനത്തെ ചില ജന്മങ്ങളുള്ള തള്ളമാരും ചിലയിടത്തുണ്ട്. എല്ലാവരെയും നമുക്കിങ്ങനെ വാഴ്ത്തിപ്പാടാനൊന്നും പറ്റുമൊന്നുമില്ല.
അവരിറുക്കി പിടിച്ച അവരുടെ മകനെ അവരുടെ കയ്യിൽ മരണം വരെ ഇങ്ങനെ കൊണ്ടു നടക്കണം. അവര് ജീവിക്കട്ടെ, നമ്മുടെ കാലം കഴിഞ്ഞു. അവരെ ജീവിക്കാൻ അനുവദിക്കുക, സ്വാതന്ത്ര്യത്തിന് അനുവദിക്കുക, പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് ജീവിതം. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി ഞാനും വന്നുണ്ട് ചില തള്ളമാര്. അത് അവർ ഒരുമിച്ച് പോകണമെന്നല്ല. എവിടെയെങ്കിലും എന്തു ചെയ്യും? കുറച്ചും കൂടിയൊക്കെ ജീവിതത്തെ ഗൗരവമായി കണ്ട് അതിൻ്റെ അർത്ഥം ജീവിതം പറഞ്ഞു കൊടുക്കണം. ഈ മക്കളൊക്കെ വളർന്നു വരാല്ലേ? ഇവരാണ് നിങ്ങളുടെ വീടിന്റെ പ്രകാശമാകേണ്ടത്. ഈ കൊച്ചുങ്ങളെ നാളെ ഒരു ഉപ്പായിട്ട് മാറിത്തീരേണ്ട ജീവിതം. ഒരു നല്ല കുടുംബം ദൈവൈക്യത്തില്, വിശ്വസ്തതയില്, വിട്ടുവീഴ്ച തോക്കണം. എൻ്റെ അമ്മ എൻ്റെ അപ്പൻ്റെ മുമ്പിൽ തോക്കുന്നത് എൻ്റെ മക്കള് കാണണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലേ. ഞാനത് എന്നെ മറന്നു, നീ അത് വിട്, പുറത്ത് പോട്ടെ, സാരമില്ല, അങ്ങനെ പറഞ്ഞ് തീർക്കുന്ന. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കോഴ്സ് കൂടാൻ എന്നോടൊക്കെ പറയുമല്ലോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞു തരും. മാക്സിമം ഒരു ദിവസം. ഇത് എന്താ ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാക്കാനുള്ളേ? എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് പറഞ്ഞ് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെയൊക്കെ അടിച്ചു തീർന്നിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന കാരണവന്മാരൊക്കെ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നോ? മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് തുണി മുഖത്തിട്ടിട്ട് മുത്തുന്നൊരു ചടങ്ങുണ്ട്. മുത്തുന്ന ചടങ്ങ് നിങ്ങൾ കണ്ടണ്ട, നക്കും. ഫോട്ടോഗ്രാഫർ വന്ന് നിൽക്കുന്നതുകൊണ്ട് സകലാതി പരിപാടിയാണ്. ജീവിതകാലത്തൊരു വെള്ളം കൊടുത്തിട്ടില്ല, പക്ഷെ അടക്കുമ്പോൾ കിടന്ന് നക്കി തുടയ്ക്കണ കാണാം. അവസാനത്തെ പോക്ക. അങ്ങനെ അതേപോലെ തന്നെ 3 ആമക്കള്. ആദ്യം മൂത്തവൻ വന്ന് ഭാര്യ വന്ന് മുത്തി, രണ്ടാമൻ വന്ന് ഭാര്യ വന്ന് മുത്തി. 3 എണ്ണം കഴിഞ്ഞപ്പോൾ ആ വല്യമ്മ നല്ല ചട്ടയം കൊണ്ടെടുത്ത് മുടി മുഴുവൻ നരച്ചൊരു സ്ത്രീ, അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ആ തൂവാലെടുത്തൊരു മാറ്റ്. ഇതെല്ലാവരും കൊടുത്ത് ഇവർ സ്ത്രീക്ക് എന്തോ പറ്റിയത്. അവരാ തുണി എടുത്ത് മാറ്റി. എല്ലാവരും നോക്കാം ഇവരെന്തിനു ചെയ്യാൻ പോണേന്ന്. അവരാ കൈ എടുത്തിട്ട് തലയിൽ ഇങ്ങനെ തലോടി. എടോ മനുഷ്യ, താനൊരു വിശ്വാസവും സ്നേഹമുള്ള മനുഷ്യനായിരുന്നു, താൻ ധൈര്യമായിട്ട് പൊക്കോ, പിന്നാലെ ഞാൻ വന്നിട്ട് പെട്ടിയടക്കടാ. എടോ മനുഷ്യ, താനൊരു വിശ്വാസവും സ്നേഹമുള്ള മനുഷ്യനായിരുന്നു, താൻ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ പിന്നാലെ വരും, പെട്ടിയടക്കേ. എന്തൊരു ചങ്കുറ്റം! അങ്ങനെയൊക്കെ. അതാണ് ഏറ്റവും വലിയ അവാർഡ്. ഞാൻ പറയും ബിഗ് സല്യൂട്ട് കൊടുക്കണം അടക്കിന്. വിശ്വാസവും സ്നേഹവും നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ കാണിക്കുന്നതേ ഇതുങ്ങൾ കാണൂ. നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ പവിത്രത ഇവരറിയൂ. നിങ്ങൾ ജീവിക്കുന്ന മുറിവും സഹനവും. പിള്ളേരെ അല്ലലറിഞ്ഞ് വളർത്തണം. അങ്ങനെ ഒരു പഴയ മലയാള വാക്കുണ്ട്, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലലറിഞ്ഞ് വളർത്തണം. ശിക്ഷിക്കേണ്ടവിടുത്ത് ശിക്ഷിക്കണം. ഇന്ന് നിങ്ങൾക്ക് പേടിയാ, കാരണം പിറ്റേ ദിവസം നിങ്ങൾ ജയിലില്ല. അവർ വിളിച്ചു പറയും, ചൈൽഡ് ലൈനിലേക്ക് വിളിച്ചു പറയും, ഇതേ കഠിനമായ പീഡനം ഉടനെ വരും, കേറിക്കോ വണ്ടിയില്. കൊച്ചു പറഞ്ഞതാണേ, 8:30 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ കേസ് ഇതായി. 8:30 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി. പേടിയാണ്. ഇവര് ജീവിതം അവസാനിപ്പിക്കൂലേ? അത് ഇവരുടെ ഏറ്റവും മുമ്പിലെ കാര്യം. കുറച്ചു കാലം, ഇത്ര കാലം, അത് മതി. അധികാലം ഒന്നും ജീവിക്കണ്ട, ഇത് മതി, ഇങ്ങനെ ജീവിച്ചാൽ മതി. മാക്സിമം എൻജോയ് ചെയ്യുക. മരിക്കുന്നതിൻ്റെ അങ്ങേയറ്റം വരെ എപ്പോൾ വേണമെങ്കിലും തീരാം, അതൊന്നും പ്രശ്നമല്ല. അടിച്ച് പൊളിച്ച് ജീവിക്കുക. സ്വപ്നങ്ങൾ കൊഴിയുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക. അങ്ങനെ വേറെ ടൈപ്പ്. ആലുവയിൽ കഴിഞ്ഞ മാസം ട്രെയിനിന്റെ മുമ്പിൽ +2 വിദ്യാർത്ഥി ജീവൻ ഒടുക്കി. എന്തോ ഒരു സ്വപ്നമുള്ള ചെറുക്കനായിരുന്നു, എന്തൊരു രസമായിരുന്നു അവനെ കാണാൻ. കുമരകത്ത് ആദ്യം പെണ്ണ് ജീവനൊടുക്കി, 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെറുക്കൻ ജീവനൊടുക്കി. അപ്പോഴറിഞ്ഞേ ഇതിന്റെ പിന്നിലുള്ള ബന്ധത്തിന്റെ ആഴം. രണ്ടുപേരും എന്ത് പെട്ടെന്ന് ആ പിള്ളേരൊക്കെ തീരുമാനം എടുക്കുന്ന ജീവിതത്തിൽ. അങ്ങനെയൊക്കെ മരിക്കാൻ കുടുംബജീവിതത്തിൽ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഈ പുറകിലിരിക്കുന്നവരൊക്കെ ഇന്ന് പള്ളിയിലുണ്ടാകുമായിരുന്നു. ജീവിതം ഒരുപാട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ച് ഈ മക്കളെ എന്നും ദൈവത്തിന് സമർപ്പിച്ച് വേദനയും മുറിവും കുടുംബത്തിന്റെ കഷ്ടപ്പാടും അറിയിച്ച് ഇതുങ്ങളുടെ ഉള്ളിൽ വരുന്ന മാറ്റം അറിയാൻ എൻ്റെ അപ്പന് പറ്റണം.
ഈ കൊച്ചിപ്പൊ നിശബ്ദനാണ്. എന്തോ പറ്റിയിട്ടുണ്ട്, പഴയ പോലല്ല, മുഖത്ത് മാറ്റമുണ്ട്. അറിയണം, അന്വേഷിക്കണം, തിരുത്തണം. അതിനുള്ള ചങ്കൂറ്റം അപ്പന് വേണം. ജന്മം കൊടുത്തത് അപ്പനാണ്, വളർത്തുന്നത് അമ്മയാണ്. രണ്ടുപേർക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ കുഞ്ഞിന്റെ വളർച്ചയില്. എന്തും കാണിച്ചോട്ടെ, അയ്യോ കൊച്ചിനെ തൊടാൻ പേടിയാ, കൊച്ചെന്തെങ്കിലും ചെയ്താലോ, അത് നമ്മൾ വളം വെക്കുന്നതാണ്. ആ ഒരു സംസ്കാരമൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കരുത്, എന്തും മേടിച്ചു കൊടുക്കാം, എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ട് കൊച്ചങ്ങ് വളർന്നോട്ടെ, അതല്ലല്ലോ. പിന്നീട് അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അതാണല്ലോ നിങ്ങൾ കുരിശിൻ്റെ വഴി ചൊല്ലിപ്പോയപ്പോൾ ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ എൻ്റെ പോക്ക് കണ്ട് മോങ്ങണേ, ദേ ഇരിക്കും നിങ്ങളെ ഓർത്ത് മോങ്ങാൻ. നിങ്ങൾ എന്തിനാ എന്നെ നടക്കണം, ഞാൻ കുരിശിനെ കണ്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ നടന്ന് മോങ്ങണേ. മക്കളെ ഓർത്ത് കരയേ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, കരച്ചിൽ തുടരുകയാണല്ലോ. ഈ ഇടവകയിലെ ഏറ്റവും നല്ല കുടുംബമായിട്ട് എൻ്റെ കുടുംബം മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു വാശിയൊന്നുമില്ല. പക്ഷെ ആ കുടുംബം ഒരു കുടുംബമായി, ആ കുടുംബത്തിൽ എല്ലാം അറിയുന്ന, എല്ലാം മനസ്സിലാക്കുന്ന നല്ലൊരു കുടുംബമായിട്ട് ആ കുടുംബം രൂപാന്തരപ്പെടട്ടെ. ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരട്ടെ. അതനുസരിച്ച് ഈ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള വിശ്വാസവും സ്നേഹവും നിങ്ങളുടെ ഉള്ളിൽ ദൈവം തരട്ടെ.